ഓക്കെ, ഒരു മിനിറ്റ്. അത് ഷെയർ ചെയ്തേക്കുന്ന കാണാൻ പറ്റുമോ? ഈ പെയിന്റിങ് കാണാൻ പറ്റുന്നോ? യെസ്. ഓക്കെ. കാണാൻ പറ്റുന്നു, പ്രൈസ് ദി കാണാൻ ലോർഡ്. പറ്റും. ആ, ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എന്റെ മെസ്സേജ് ഞാൻ ഈ കണ്ട പെയിന്റിങ് ആസ്പദമാക്കിയാണ് പറയാൻ പോകുന്നത്. സോ ഈ പെയിന്റിംഗ് എന്ന് വെച്ചാൽ റൊസറ്റിന്റെ ഫൗണ്ട് എന്ന് പറഞ്ഞ പെയിന്റിംഗ് ആണ്. ഇറ്റ്സ് എൻ അൺഫിനിഷ് പെയിന്റിംഗ്. സോ ബേസിക്കലി ഈ പെയിന്റിങ്ങിന്റെ കഥ എന്ന് വെച്ചാൽ ഈ പെയിന്റിംഗിൽ കാണാൻ പറ്റുന്ന ദ മെയിൽ ഫിഗർ, ഹി യൂസ് ടു ബി ദ ഫോർമർ ലവർ ഓഫ് ദ വുമൺ ഇൻ ദ പെയിന്റിംഗ്. ഈ പെയിന്റിങ്ങിൽ കാണാൻ പറ്റുന്ന സ്ത്രീന്റെ സ്നേഹിതനായിരുന്നു. പക്ഷെ പുള്ളി തിരിച്ചു പഴയ പഴയത് പാർട്ണർഷിപ്പ് ഇല്ല. പുള്ളി തിരിച്ച് പുള്ളിയുടെ പട്ടണത്തിലേക്ക് വന്നപ്പോ തന്റെ സ്നേഹിതനെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് കാണുന്നത്. കുറെ നാൾ കഴിഞ്ഞ് കണ്ടതിന് ശേഷം ഹി സീസ് ഹിസ് ലവർ ആസ് എ പ്രോസ്റ്റിറ്റ്യൂട്ട്. ദാറ്റ് ഈസ് ദ പെയിന്റിംഗ്. ആൻഡ് ടു മീ ദിസ് symbolizes a lot with the themes in Christianity and in the New Testament. കാരണം പാപം ചെയ്യുന്നതിനെ കുറിച്ച് ബൈബിളിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. നമ്മള് ന്യൂ ടെസ്റ്റ്മെന്റിൽ ഗോസ്പൽസ് എടുത്തു നോക്കിയാലും എപ്പിസ്റ്റൽസ് എടുത്തു നോക്കിയാലും അതിനകത്ത് പാപം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് എനിക്ക് ഈ പെയിന്റിംഗ് ആദ്യം എനിക്കൊരു കണക്ഷൻ കിട്ടിയത് ദ കണക്ഷൻ വിത്ത് ജീസസ് ആൻഡ് ദ സിൻഫുൾ പേഴ്സൺ. യേശുക്രിസ്തുവും പാപം ചെയ്യുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു കണക്ഷൻ, ആ ഒരു റിലേഷൻഷിപ്പ് ആണ് ഞാൻ ഈ പെയിന്റിംഗ് കണ്ടത്. ഈ പെയിന്റിംഗ് കണ്ടപ്പം ദിസ് ലവർ, ഇയാൾക്ക് വേണമെങ്കിൽ തന്റെ പഴയ സ്നേഹിതയെ കണ്ടിട്ട് ഇട്ടിട്ട് പോവായിരുന്നു. ഓ, ഇവളിപ്പോ ഒരു വേശ്യല്ലേ, ഞാൻ എന്തിനു മൈൻഡ് ചെയ്യണം. ബട്ട് ഇഫ് യു ലുക്ക് ക്ലോസർ, ഹി ഈസ് ഹോൾഡിംഗ് ഓൺ ടു അവർ ഹാൻഡ്സ്. ആ സ്ത്രീ ആ പെയിന്റിങ്ങിനെ ഡിസ്ക്രൈബ് ചെയ്തേക്കും. ഞാനൊരു വീഡിയോ, പെയിന്റിങ്സിന്റെ കുറെ വീഡിയോ കാണാറുണ്ട്. അപ്പൊ അതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്തതെന്ന് വെച്ചാൽ ആ സ്ത്രീ തന്റെ സ്നേഹിതനെ കണ്ടിട്ടും തന്റെ മുഖം പുള്ളിയിൽ നിന്നും അകലെ മാറ്റുവാണ്, മറയ്ക്കുകയാണ്. ഷെയിം കാരണം, അല്ലെങ്കിൽ താൻ ചെയ്ത തെറ്റിന്റെ ഭാരം കാരണം തന്റെ കാമുകന്റെ അടുത്തുനിന്ന് മുഖം മറയ്ക്കുകയാണ്. അത് നമുക്ക് പെയിന്റിംഗ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഷീസ് ടേണിങ് ഹർ ഹെഡ് അവേ. ആൻഡ് നമ്മൾ പെയിന്റിങ്ങിന്റെ പുറകിൽ നോക്കിയാല് അവിടെ ഒരു ആടിനെ കാണാൻ പറ്റുന്നുണ്ടോ? ഒരു വലയെ കുടുങ്ങിയിരിക്കുന്ന ഒരാട്. സോ യെസ്, ഈ കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലേ? അപ്പം ഈ പെയിന്റിംഗ് വരച്ച ആള് റൊസറ്റി ഇസ് സിംബലൈസിങ് ദ സെയിം തിങ്. ആ സ്ത്രീ ഇൻ ദി എൻഡ് ഓഫ് ദി ഡേ, ഈവൻ ദോ ഷീ ഫെൽ ഇൻ ടു സിൻ, പാപത്തിലോട്ട് വീണു പോയെങ്കിലും ആ ചെറിയ ആട് എന്നാ ആ ആ വലയിൽ കുടുങ്ങി കിടക്കുന്നതിനെ സാമ്യപ്പെടുത്തിയാണ് ആ സ്ത്രീനെ ഇവിടെ കാണിച്ചേക്കുന്നത്. ഇവിടെ ആ സ്ത്രീനെ ഒരു ദുഷ്ട സ്ത്രീയായിട്ട്, ഒരു കുറ്റക്കാരിയായിട്ടല്ല കാണിക്കുന്നത്. And this is what I wanted to say about today's message. ഇതിപ്പം പറഞ്ഞപ്പോ തന്നെ എല്ലാവർക്കും ഒരു ഊഹം കിട്ടി കാണുമല്ലോ എന്തായിരിക്കും ഇന്നത്തെ മെസ്സേജ് എന്ന്. ഞാൻ ഇതൊന്ന് ഷെയർ ചെയ്യുന്ന നിർത്താം. ഓക്കെ. സോ നമ്മള് എനിക്ക് ജെയിംസ് 4:8 ഒന്ന് വായിച്ചു തരാമോ? യാക്കോബ് 4:8. ദൈവത്തോട് അടുത്ത് ചെല്ലുവേൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവേൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. Amen. Come near to God, and He will come near to you. Wash your hands, you sinners, and purify your hearts, you double-minded. നമ്മള് ഒരു തെറ്റ് ചെയ്ത, യൂഷ്വലി നമ്മളൊരു കുറ്റവാളിയെ എടുക്കുവാണെങ്കിൽ അവർ തെറ്റ് ചെയ്ത പിടിക്കപ്പെടുമെന്ന് അറിയുകയാണെങ്കിൽ അവർ ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഐ തിങ്ക് വി ആർ വെരി സിമിലർ ഇൻ ടേംസ് ഓഫ് our relationship with God as well. At least most people. നമ്മൾ തെറ്റ് ചെയ്തിട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ തെറ്റിന്റെ കുറ്റബോധം കാരണം നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ ശ്രമിച്ചിട്ടില്ലെന്ന് പറയുകയാണെങ്കിൽ ഐ വിൽ സേ യു ആർ എ ഹിപ്പോക്രിറ്റ്. ബിക്കോസ് ഓഫ്റ്റൻ ടൈംസ്
നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിൽ അതിങ്ങനെ വിങ്ങി വിങ്ങി അത് നമ്മളെ അത് ഗിൽറ്റും ഷെയിമും എല്ലാം വന്ന് അടിഞ്ഞു കൂടുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ മിക്കപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താ, ഓ ഞാൻ തെറ്റ് ചെയ്തല്ലേ, ഞാൻ പാപിയല്ലേ, ദൈവത്തിന് എന്നെ ഇഷ്ടമല്ലല്ലോ, എന്നാ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഞാൻ പ്രാർത്ഥിച്ച എന്തായാലും തെറ്റ് ചെയ്തു, ഇനി ഞാൻ പ്രാർത്ഥിച്ച ദൈവത്തിന് എന്തായാലും അറിയാം ഞാൻ ചെയ്ത കുറ്റം എന്താണെന്ന്, ഞാൻ എന്തിനു ഇനി പ്രാർത്ഥിച്ചിട്ട് ബലം. ലൈക്ക് ഇറ്റ്സ് എ വെരി കോമൺ തോട്ട് പ്രോസസ്. നിങ്ങൾ വയസ്സായവർ, അയ്യോ ഞാൻ ആരും വയസ്സായെന്ന് പറഞ്ഞല്ലോ, പക്ഷെ നിങ്ങൾ മുതിർന്നവരുടെ മനസ്സിൽ പോകുന്ന തോട്ട് പ്രോസസ് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ദിസ് ഇസ് വാട്ട് യു സീ ഓഫ്റ്റൻ ഇൻ യങ് പീപ്പിൾ. ഈ എന്റെ പ്രായത്തിലും എന്റെ സിമിലർ ആയിട്ടുള്ള ഏജ് ഗ്രൂപ്പിലുള്ള മിക്കവരും, അല്ലെ പുതിയതായിട്ട് വിശ്വാസത്തിൽ വരുന്ന ആരെങ്കിലും ആ ഒരു തോട്ട് പ്രോസസ് എടുത്ത് നോക്കിയാൽ അങ്ങനെ ആയിരിക്കും. നമ്മൾ ബൈബിളിൽ പഴയ നിയമത്തിൽ തന്നെ എടുത്തു നോക്കിയാൽ റണ്ണിങ് അവേ ഫ്രം ഗോഡ് ആഫ്റ്റർ സിന്നിങ് യു ക്യാൻ സീ ത്രൂ ഔട്ട് ദ ബൈബിൾ, നോട്ട് ജസ്റ്റ് ഓൾഡ് ടെസ്റ്റ്മെന്റ്. നമ്മൾ തെറ്റ് ചെയ്തിട്ട് അല്ലെ പാപം ചെയ്തതിന് okay, അവിടെ കറണ്ടു എന്ന് തോന്നുന്നു. പാപം പോയതിനു ശേഷം, പാപം ചെയ്തതിന് ശേഷം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് ഇറ്റ്സ് എ വെരി ഇൻസ്റ്റിങ്ക്റ്റീവ് റിയാക്ഷൻ. കാരണം നമ്മൾ ജനസിസിൽ ഉൽപ്പത്തിയിൽ എടുത്തു നോക്കിയാൽ ആദ്യം കാണുന്നതെന്ന് വെച്ചാൽ ആദവും ഈവും, ലൈക് ആഡം ആൻഡ് ഈവ്, ദേ when they disobeyed God, ദൈവം ചെയ്തത് പറയരുതെന്ന് ചെയ്യരുതെന്ന് പറഞ്ഞതനുസരിച്ചില്ല അവര്. ആൻഡ് അവര് ദൈവത്തിൽ നിന്ന് they try to hide themselves, അവർ ദൈവത്തിൽ നിന്ന് മറയ്ക്കാനാണ് ശ്രമിച്ചത്. ആൻഡ് if we compare this with the life of the Christian life of a person, of a believer who sinned, ഒരു പാപം ചെയ്ത ഒരു ക്രിസ്ത്യന്റെ ലൈഫ് നമ്മൾ എടുത്ത് നോക്കി, അല്ലെങ്കിൽ അവരുടെ ആ പാപം ചെയ്തതിന് ശേഷം അവർ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ദൈവത്തിൽ നിന്ന് സ്വയം മറയ്ക്കാനാണ് നോക്കുന്നത്. ആൻഡ് again I'm explaining step by step like എന്തൊക്കെയാണ് തോട്ട് പ്രോസസ്, വാട്ട് ഗോസ് ത്രൂ ഇറ്റ്. ആൻഡ് ഇതിനു മുമ്പ് ആൾക്കാർ ഇത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ബൈബിളിൽ തന്നെ ഇത് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ബൈബിൾ എന്തിനാ നമുക്ക് ദൈവം തന്നിരിക്കുന്നത്? ഇറ്റ്സ് സോ ദാറ്റ് വി ക്യാൻ ലുക്ക് അറ്റ് ഇറ്റ്, സീ വാട്ട് പീപ്പിൾ ഹാവ് ഡൺ ബിഫോർ ആൻഡ് ലേൺ ഫ്രം ഇറ്റ്. നമ്മൾ മാത്രമല്ല, ഞാൻ മാത്രമില്ല ഈ ലോകത്ത് തെറ്റ് ചെയ്ത വ്യക്തി എന്നും കൂടെ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ബൈബിൾ വന്നേക്കുന്നത്. ദ ബ്യൂട്ടി അബൌട്ട് ദ സ്ക്രിപ്റ്റേഴ്സ് വി ഹാവ്, നമ്മുടെ ബൈബിളിന്റെ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ആ ബൈബിളിൽ ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഒരിക്കലും അവര് മറയ്ക്കാൻ നോക്കത്തില്ല. ആൻഡ് വാട്ട് ഹാവ് സീൻ ഇൻ ദ സ്പിരിച്വൽ റെൽം നൗ എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ സർക്കിൾസിൽ കാണുന്നതെന്ന് വെച്ചാൽ അവര് തെറ്റ് ചെയ്യുവാണെങ്കിൽ ആൾക്കാർ അത് സമ്മതിക്കത്തില്ല. അവര് ഞാൻ ശുദ്ധൻ, ഞാൻ വിശുദ്ധൻ, ഐ ആം എ സെയിന്റ്, ഐ ആം നോട്ട് എ സിൻഫുൾ പേഴ്സൺ എന്നുള്ളൊരു ഇമേജ് പോർട്രേ ചെയ്യാൻ ഒത്തിരി ട്രൈ ചെയ്യുന്ന വ്യക്തികളാണ്. ബട്ട് ഐ തിങ്ക് ദാറ്റ് ഇഫ് യു, ഞാൻ നിങ്ങളാരും തെറ്റ് ചെയ്യണമെന്നോ പാപം ചെയ്യണമെന്നല്ല പറയുന്നത്, പക്ഷെ നിങ്ങൾ തെറ്റോ പാപം ചെയ്താല് അത് ഒരാളുടെ മുൻപിൽ അംഗീകരിച്ച് അത് അക്സെപ്റ്റ് ചെയ്ത് ആൻഡ് ലീഡിങ് ബൈ എക്സാമ്പിൾ. ക്രിസ്ത്യൻ ലൈഫ് എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മൾ എക്സാമ്പിളിൽ നിന്ന് ലീഡ് ചെയ്യേണ്ടതാണ്. കാരണം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നി ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടുന്നത് ക്രിസ്ത്യൻസ് ആണ്, അബൌവ് മോർ ദാൻ എനി റിലിജൻ. കാരണം ഒരു ക്രിസ്ത്യനെ നോക്കിയിട്ട് പറയാം, ഓ നീ ക്രിസ്ത്യൻ അല്ലേ, നീ ബൈബിൾ വായിക്കുന്നില്ലേ, നീ പ്രാർത്ഥിക്കാൻ പോകുന്നില്ലേ, നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്, നീ എന്തിനാ അവിടെ പോകുന്നത്, നീ എന്തിനാ ഇവിടെ പോകുന്നത്, നീ എന്തിനാ ഇത് കാണുന്നത്, നീ എന്തിനാ അവരുമായിട്ട് സംസാരിക്കുന്നത്. ഇറ്റ്സ് വെരി ഈസി ടു point fingers at a Christian than anyone else. And I think, what I'm saying is that you should lead by example. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ you have to accept it. And again, coming back to what I was saying, ഞാൻ പറഞ്ഞത് ബൈബിളിൽ ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്, അവര് പാപം ചെയ്തിട്ടുണ്ട് അവിടെ പാപം ചെയ്തിട്ടുണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് എക്സാമ്പിൾ ഇറ്റ്സെൽഫ് ഇസ് അതിൽ നിന്ന് തന്നെ disobedience of Adam and Eve. ആൻഡ് അവര് ദൈവത്തിൽ നിന്ന് സ്വയം മറയ്ക്കാൻ നോക്കി. ആൻഡ് ഐ തിങ്ക് നമുക്ക് അവര് ആദ്യം മനുഷ്യരായ ആഡം ആൻഡ് ഈവ് അവര് തന്നെ തെറ്റ് ചെയ്തിട്ട് ദൈവത്തിൽ നിന്ന് സ്വയം മറയ്ക്കാൻ നോക്കിയെങ്കിൽ don't feel bad that you're trying to hide yourself after sinning, because it's ആദ്യ മനുഷ്യൻ എന്തോ ആഡം ആൻഡ് ഈവ്, the first human beings on this earth, അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ദൈവത്തിൽ നിന്ന് സ്വയം മറയ്ക്കാനാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്തുവാ നിങ്ങൾ ചെയ്തൊരു ചീത്ത കാര്യമായിട്ട് വിചാരിക്കില്ല, ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ ദൈവത്തിൽ നിന്ന് സ്വയം മറച്ചു. ഇറ്റ്സ് വെരി നോർമൽ. ആൻഡ് ഇത് നമ്മൾ യങ് ആയിട്ടുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. സംതിങ് ദാറ്റ് യങ് പീപ്പിൾ ഷുഡ് നോ, ദാറ്റ് ഇറ്റ്സ് വെരി നോർമൽ ടു ഹൈഡ് യുവർ സെൽഫ് ആഫ്റ്റർ യു ഡിഡ് സംതിങ് റോങ്
ഫ്രം ദ പ്രസൻസ് ഓഫ് ഗോഡ്. പക്ഷെ നിങ്ങൾ ഒരിക്കലും അവരടുത്ത് പറയല്ലോ നിങ്ങൾ മറിഞ്ഞിരുന്നു. നോ, you should say that this is normal and this is completely fine, and bring them out of that that place where they're hiding themselves from. You know, ദൈവത്തിൽ നിന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അഗൈൻ ആഫ്റ്റർ ഇന്ററാക്ടിങ് വിത്ത് എ ലോട്ട് ഓഫ് യങ്സ്റ്റേഴ്സ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ മറന്നു പോകുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും അവരുടെ ഫീലിങ്സിനെ വാലിഡേറ്റ് ചെയ്യാറില്ല. മുതിർന്നവർ അങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ല. നിങ്ങൾ ചെയ്യുന്ന നോർമൽ ആണ്, ആൻഡ് യു ഷുഡ് യു ക്യാൻ സ്റ്റിൽ കം ഔട്ട് ഓഫ് ഇറ്റ്. നിങ്ങൾ ചെയ്ത തെറ്റാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നു, അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങൾക്ക് ഇതിൽ നിന്നും പുറത്തു വരാൻ ഒരു ചാൻസ് ഉണ്ട്. നോ വൺ ടെൽസ് ദം ദാറ്റ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഇസ് ദ ബിഗസ്റ്റ് ഫെയിലിയർ ഇൻ ദ ക്രിസ്ത്യൻ സർക്കിൾസ് നൗ. എല്ലാവരും, ആൻഡ് ഇറ്റ്സ് വെരി സാഡ് ടു സീ അഗൈൻ പ്രോസ്പെരിറ്റി preaching about hardships, അതൊക്കെ വേണം. ബട്ട് ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി മോർ ഫോക്കസ്ഡ് ഓൺ ദ യങ്ങർ പീപ്പിൾ. യങ് ആയിട്ടുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. സ്വയം പഠിക്കുന്നതിനെക്കാട്ടി ഐ തിങ്ക് നമ്മൾ സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുമ്പോൾ, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എന്തോരം തെറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് സ്റ്റിൽ വി ഗോട്ട് എ ചാൻസ്. നമുക്ക് യേശുക്രിസ്തു വൺ ചാൻസ് അല്ല, എത്രയോ ചാൻസ് തന്നിട്ടുണ്ട്. ആൻഡ് വൈ ഇസ് ഇറ്റ് നോട്ട് ബീങ് സീൻ ത്രൂ അവർ ആക്ഷൻസ്? ഇത് ഞാൻ ലേറ്റർ ഓൺ ദ മെസ്സേജ്, അത് എനിക്ക് കവർ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരു പാർട്ടാണ്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പാർട്ട്. ജോന, he disobeyed God and he ran away from the Lord and he headed for Tarshish. യോന ദൈവം പറഞ്ഞതനുസരിക്കാതെ ദൈവത്തിൽ നിന്ന് ഓടിപ്പോവുകയാണ് ചെയ്തത്. യു മൈറ്റ് കം അക്രോസ് എ സിൻഫുൾ പേഴ്സൺ ഹൂസ് റണ്ണിങ് അവേ ഫ്രം ഗോഡ്. ആൻഡ് മൈ ക്വസ്റ്റ്യൻ ടു യു ഇസ്, നിങ്ങൾ ഒരു പാപം ചെയ്ത ഒരു വ്യക്തി നിങ്ങളുടെ ക്രിസ്ത്യൻ സർക്കിളിൽ കാണുന്നതായിരിക്കും. അവർ ചിലപ്പോൾ മിനി മീറ്റിങ്ങിലോട്ട് വരുന്നതേ ഇല്ല, അവർ മീറ്റിംഗിൽ ജോയിൻ ചെയ്യുന്നില്ല, അറ്റൻഡ് ചെയ്യുന്നില്ല, അവർ പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല, ഒന്നും വരുന്നില്ല. നിങ്ങളാ അവര് തെറ്റിയതല്ലേ, അവർ അവരുടെ വഴിക്ക് പോട്ടെന്ന് പറയുവോ? when you see them run away, again, why did God give this specific example? ദൈവത്തിന് ഇത് ഈ യോന ദൈവത്തിൽ നിന്ന് പോയി ദൈവം അനുസരിക്കാതെ ഓടിപ്പോയെന്ന് എന്തിനാ ബൈബിളിൽ കൊടുത്തേക്കുന്നത്? What is the reason? Why is it there? It's so that you can see a person do the same thing and you can offer them help. Yes or no? അല്ലേ? അപ്പൊ ദൈവത്തിൽ നിന്നും തെറ്റ് ചെയ്തിട്ട് അല്ലെ നിങ്ങൾക്ക് you can just feel it in the spirit that someone did something wrong and they are trying to run away from God. What can you do? നിങ്ങൾ അവര് കാണുമ്പം അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് അറ്റ്ലീസ്റ്റ് ബെയർ മിനിമം യു ഷുഡ് ഡു. നിങ്ങൾ ഏറ്റവും മിനിമം ആയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യു ഷുഡ് റീച്ച് ഔട്ട് ടു ദം, അല്ലേ? ആൻഡ് കമ്മിങ് ബാക്ക് ടു ദ ന്യൂ ടെസ്റ്റ്മെന്റ്, പുതിയ നിയമത്തിൽ നമ്മൾ മാത്യു 27 ഇത് വേഴ്സ് എടുത്ത് വായിച്ചത് അഗൈൻ ഐ ഫീൽ ലൈക്ക് ഇത് ഭയങ്കര ഡ്രാഗ് ആയി പോകുന്നത് കാരണം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. മാത്യു ചാപ്റ്റർ 27 എടുക്കുവാണെങ്കിൽ verse 3, when Judas, who had betrayed him, saw that Jesus was condemned, he was seized with remorse and returned the 30 pieces of silver to the chief priests and the elders. I have sinned, he said, for I have betrayed innocent blood. What is that to us? They replied. That's your responsibility. So Judas threw the money into the temple and left. Then he went away and hanged himself. Amen. ഇപ്പൊ ഞാൻ വായിച്ച ഭാഗം എന്ന് വെച്ചാൽ യുദാസ് യേശുക്രിസ്തുവിനെ പിടിച്ചു. ഹീസ് ഗോയിങ് ത്രൂ ദ ട്രയൽ ആൻഡ് ഹീസ് ഗോയിങ് ടു ബി പണിഷ്ഡ്. യേശുക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതെല്ലാം അറിഞ്ഞതിന് ശേഷം യുദാസ് ചെയ്ത എന്താ? തനിക്ക് പ്രതിഫലമായി കിട്ടിയ പണം കൊണ്ട് കളഞ്ഞിട്ട് യുദാസ് പോയി സൂയിസൈഡ് ചെയ്തു, അല്ലേ? ആൻഡ് അഗൈൻ, വാട്ട് ഇസ് ദ റീസൺ ഫോർ ദിസ് ബീയിങ് ദർ? യു മൈറ്റ് സീ അഗൈൻ, നമ്മൾ പാപം ചെയ്യുമ്പം നമുക്ക് ചിലപ്പോഴൊക്കെ എന്ന് വെച്ചാൽ ഗിൽറ്റ് ആൻഡ് ദ ഷെയിം ക്യുമുലേറ്റ് സോ മച്ച് വിത്തിൻ യുവർ ഹാർട്ട്. നമ്മുടെ മനസ്സിൽ നമ്മൾ ചെയ്ത തെറ്റിന്റെ ഭാരങ്ങൾ കൂടി 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 വരും. നമ്മൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഒത്തിരി ഭയങ്കര ഭാരമായിട്ട് തോന്നുവാണെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് മറയ്ക്കാൻ നോക്കും, സ്വയം മറയ്ക്കാൻ നോക്കും, ദൈവത്തിൽ നിന്ന് അകന്നു പോവാൻ നോക്കും. ആൻഡ് അറ്റ് വൺ സ്റ്റേജ് യൂദാസ് എത്തിപ്പെട്ട് സ്വയം ആത്മഹത്യ, എനിക്ക് ആ വാക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് ജൂഡസ് റീച്ച്ഡ് ടു പോയിന്റ്.
Judas reached a point where he committed suicide. അത് അപ്പം തെറ്റ് ചെയ്ത ഒരാൾ, ഒരു പാപം ചെയ്ത ഒരാള് ദൈവത്തിൽ നിന്ന് മറഞ്ഞു, ആഡം ആൻഡ് ഈവ് മറഞ്ഞിരുന്നത് പോലെ, പിന്നെ യോന ദൈവത്തിൽ നിന്ന് അകന്നു ഓടിയതുപോലെ. And sometimes they might even reach to a point where they want to end their lives. Yes. And നമ്മള് ഇതൊക്കെ ഈ എക്സാമ്പിൾ ഒക്കെ ബൈബിൾ കൊടുത്തേക്കുന്ന കാരണം, ഐ ബിലീവ്, is to learn the consequence of sin, or what sin can do to you and your mental health and your spiritual well-being. ഈ ബൈബിളില് ഈ എക്സാമ്പിൾ ഒക്കെ കൊടുത്തേക്കുന്നത് എന്റെ ബലമായ ഒരു ഒരു വിശ്വാസം എന്ന് വെച്ചാല്, ദൈവം ഇതൊക്കെ കൊടുത്തേക്കുന്നത് നമുക്കിത് കാണുമ്പോൾ ഞാൻ മാത്രമല്ല ലോകത്ത് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത്. എനിക്ക് മുമ്പേ ബൈബിളിൽ ഏറ്റവും, ഇറ്റ്സ് കൺസിഡർഡ് ദ ഹോളി ബുക്ക്, റൈറ്റ്? ഇറ്റ്സ് കോൾഡ് ദ ഹോളി ബൈബിൾ. നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ആ ബൈബിൾ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ ആൾക്കാർ തെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, എനിക്ക് ദൈവം ഒരു ബലം തരാനാണ്. ഞാൻ ഒറ്റപ്പെട്ട ആളല്ല. പീപ്പിൾ ഹാവ് ഡൺ ദിസ് ബിഫോർ ആൻഡ് ഐ സ്റ്റിൽ ഹാവ് എ ചാൻസ് ഫോർ റിഡംഷൻ. എനിക്ക് ദൈവത്തിൽ നിന്നും വീണ്ടും രക്ഷ പ്രാപിക്കാൻ ഒരു ചാൻസ് ഉണ്ട് എന്നും കൂടെ നമുക്ക് കാണിക്കാൻ തരുന്ന ഏറ്റവും വലിയൊരു ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ ആണ് നമുക്ക് ബൈബിളിൽ ഇങ്ങനത്തെ ഓരോ വേഴ്സ് എടുത്ത് നോക്കുമ്പം നമുക്ക് പറയാം, ഓക്കെ, നീ തെറ്റ് ചെയ്തു, നീ നരകത്തിൽ പോവാ, നീ അവിടെ പോയി, നീ നരകത്തിൽ പോവാ. ഫിയർ മോങ്കറിങ്, അതിന് പറയുന്ന ഒരു വാക്കാണ് ഫിയർ മോങ്കറിങ്. പലപ്പോഴും പണ്ട് ആൾക്കാരെ വിശ്വാസത്തിൽ കൊണ്ടുവന്നത് അങ്ങനെ, നീ നീ തെറ്റായിട്ട് നടന്നു, നീ നരകത്തിൽ പോകണോ, നരകത്തിൽ പോണ്ടെങ്കിൽ എന്ന ക്രിസ്ത്യാനി ആയിക്കോ. ചിലവരൊക്കെ ടോക്കൻ മോനെ നിർത്തിയാണ് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. അഗൈൻ, ഇറ്റ്സ് ഓൾ ഹിസ്റ്ററി ദാറ്റ് പീപ്പിൾ ഓഫ്റ്റൻ ഫോർഗെറ്റ്. നമ്മള് പലപ്പോഴും ആൾക്കാർ മറക്കുന്നൊരു ചരിത്രമാണ്. പക്ഷെ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ തെറ്റ് ചെയ്യുവാണെങ്കിലും ദർ ഇസ് എ ചാൻസ് ഫോർ റിഡംഷൻ. ആൻഡ് നമ്മൾ പിന്നെ മുടിയനായ പുത്രന്റെ കഥ എടുത്ത് നോക്കുവാണെങ്കിൽ, ദ പ്രോഡിഗൽ സൺ, അഗൈൻ ദർ ആർ ഡിഫറെന്റ് സ്റ്റേജസ്. ആദ്യം താൻ ചെയ്യുന്ന, ലൈക്ക് ദ ഇൻഡൾജൻസ്, ലൈക്ക് താൻ ചെയ്ത് തനിക്ക് ഇഷ്ടമായ പൈസ ചെലവാക്കുന്നതും എല്ലാം ഭയങ്കര ഇഷ്ടമായോണ്ട് ഹി റൺസ് അവേ. ലൈക്ക് ദ പ്രോഡിഗൽ സൺ റൺസ് അവേ ഫ്രം ദ ഫാദർ ബിക്കോസ് ഹീ ഈസ് ടു ഇൻഡൾജ്ഡ് ഇൻ ദ വേൾഡ്. ഈ ലോകത്തിന്റെ ഇഷ്ടത്തിലും ലോകത്തിന്റെ മോഹത്തിലും ഒത്തിരി അങ്ങ് എൻജോയ് ചെയ്ത് പുള്ളി തന്റെ പിതാവിൽ നിന്നും അകന്നു പോവുകയും ഓടിപ്പോവുകയും പാപത്തിലോട്ട് ഓടി ചെല്ലുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് ദ പ്രോഡിഗൽ സൺസ് ലൈഫ്. പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ, താൻ വെൻ ഹീസ് ഇൻ ദ ഡിസ്റ്റന്റ് കൺട്രി, പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഗിൽറ്റും ഷെയിമും വരും. താൻ ചെയ്ത തെറ്റിന്റെ പാപം തന്റെ മനസ്സിൽ തന്നെ, അവിടെ പന്നികൾക്ക് കൊടുക്കുന്ന ആ ഭാഗം ഒന്ന് ആരെങ്കിലും വായിക്കാവോ? ഞാൻ മലയാളത്തിൽ പറയാൻ നിന്ന മൊത്തം പൊട്ടിപ്പോ. അവൻ എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ട് വന്നു തുടങ്ങി. അവനെ തന്റെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയർ നിറപ്പാൻ അവൻ ആഗ്രഹിച്ചുവെങ്കിലും ആരും അവന് കൊടുത്തില്ല. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്നു അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ചവനെ ചുംബിച്ചു. മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പൻ തന്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പീൻ. ഇവന്റെ കൈക്ക് Okay. So the first part is the son runs away from the father. ആദ്യം മകൻ തന്റെ പിതാവിൽ നിന്ന് അകന്നു പോവുകയാണ്. കാരണം പാപത്തിൽ ജീവിക്കാൻ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ലോകം നല്ലതെന്ന് തിരിച്ചറിഞ്ഞ് ലോകത്തിലോട്ട് അടുത്ത് ചെല്ലും, ലോകത്തിനോട് അടുത്ത് ചെല്ലുകയും പിതാവിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ലോകം തനിക്ക് ഓഫർ ചെയ്തത് നല്ലതല്ല എന്ന് ലോങ് ടേമിൽ പുള്ളി തിരിച്ചറിയുകയും അത് കാരണം തനിക്ക് കുറ്റബോധം തോന്നിയിട്ട്, ആൻഡ് ദെൻ ദ തേർഡ് സ്റ്റേജ് ഇസ് തനിക്ക് സുബോധം വന്നു. ഹി കെയിം ടു ഹിസ് സെൻസസ്, സെൽഫ് റിയലൈസേഷൻ. നമ്മളെ ഉള്ളിലൊക്കെ പരിശുദ്ധാത്മാവുണ്ട്. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു കൺവിക്ഷൻ ഉണ്ടാവും. പരിശുദ്ധാത്മാവ് നമുക്ക് അപ്പോൾ തന്നെ പറയും, നോ,
വാട്ട് യു ആർ ഡൂയിങ് ഇസ് റോങ്, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാന്ന് അപ്പൊ തന്നെ പറയുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ട്. അല്ല, അത് ചിലപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ആയിരിക്കും പറയുന്നത്, ചിലപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആയിരിക്കും പറയുന്നത്. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഹീ ഈസ് ഗോയിങ് ത്രൂ. ആ തന്റെ ഒരു സെൽഫ് റിയലൈസേഷനും കൺവിക്ഷനും കാരണം തിരിച്ചും പിതാവിനോട് വരും. പക്ഷെ ഐ ആം നോ ലോnger worthy ടു ബി കോൾഡ് യുവർ സൺ, മേക്ക് മീ ലൈക്ക് വൺ ഓഫ് യുവർ ഹയർഡ് സെർവൻസ്. അതാണ് പറയുന്നത്. എന്തുവാ എനിക്ക് തന്റെ നിങ്ങൾ പിതാവെന്ന് പറയാൻ ലൂക്ക് ബാക്കി ഒന്നുകൂടെ പറയാൻ വേണ്ടി. ഇ- ഇനി നിന്റെ മകൻ എന്ന പേര് ഞാൻ യോഗ്യനല്ല, നിന്റെ അതെ, കൂലിക്കാറ്റൊരുത്തിനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. amen. So when you sin or when you commit a sin, നമ്മൾ പാപം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പം ദൈവത്തോട് തിരിച്ചു വരാൻ തന്നെ, ദൈവത്തിന്റെ അത്രയും ഹോളി ആയിട്ടുള്ള സന്നിധിയിൽ നമുക്ക് തിരിച്ചു വരാൻ യോഗ്യതയുണ്ടോ എന്ന് ചോദ്യം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. Amen. ഹല്ലേലൂയ. അപ്പോൾ ബട്ട് അഗൈൻ ഇവിടെ പിതാവ് ചെയ്യുന്നത് എന്താ? വാട്ട് ഡസ് ദ അങ്ങനെ ഫാദർ ഡു? അതൊന്ന് വായിക്കാവോ? അപ്പൻ തന്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പീൻ, ഇവന്റെ Amen. കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും വിടുവിപ്പീൻ. Amen. So മകൻ, the son is about to reject his sonship. തനിക്ക് സ്വന്തമായിട്ടുള്ളത് എന്ന് വെച്ചാൽ തനിക്ക് അർഹതയുള്ളത് എനിക്ക് ഇനി അർഹതയില്ല, കാരണം ഞാൻ പിതാവിനും സ്വർഗത്തിനും എതിരെ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ്, ആൻഡ് ഹി ടെൽസ് ദാറ്റ് ഹി സ്റ്റേറ്റ്സ് ദാറ്റ് ഹി ഈസ് നോട്ട് വർതി ടു ബി കോൾഡ് യുവർ സൺ. പക്ഷെ ആ പിതാവ് എന്താ പറയുന്നത്? എന്നാ ശരി, നീ ഇവിടെ സെർവന്റ് ആയിട്ട് വർക്ക് ചെയ്തു എന്നാണോ പറയുന്നത്? അല്ല, ഹി proves through his actions that he is worthy to be called his son. താൻ എന്താ ഭയങ്കര ഫീസ്റ്റ് ഉണ്ടാക്കുന്നു, മോതിരം കൊടുക്കുന്നു, gives him such a beautiful robe, അതെല്ലാം കൊടുക്കുകയൊക്കെ ചെയ്ത്, ആൻഡ് ത്രൂ ഹിസ് ആക്ഷൻസ് ആ പിതാവ് തന്റെ മകനെ വാലിഡേറ്റ് ചെയ്യാണ്. ഹീസ് പ്രൂവിങ് ദാറ്റ് ഓക്കെ, നീ എന്തൊക്കെ ചെയ്താലും യു വിൽ സ്റ്റിൽ ബി മൈ സൺ ആൻഡ് ഐ വിൽ സ്റ്റിൽ ബി യുവർ ഫാദർ. ആമേൻ. ഹല്ലേലൂയ. ആൻഡ് ഇത് നമുക്ക് അഗൈൻ യു ക്യാൻ സീ ദിസ് ഫ്രം ടു ലെൻസസ്. ആദ്യം ഞാൻ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ലെൻസിൽ നിന്ന് ഞാൻ പറയുമ്പോൾ, ഒരു പെർസ്പെക്റ്റീവ് നിന്ന് പറയാൻ പോവാണ്. നമ്മൾ നമ്മൾ എന്തോരം തെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മളെക്കാട്ടി കുറെ തെറ്റും പാപവും ചെയ്ത കുറെ പേരുണ്ട്. ഞാൻ ഒരു ഡോക്യുമെന്ററി കണ്ടിട്ടുണ്ട്. അത് സൗത്ത് അമേരിക്കയില് ഒരു പാസ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു, ഇറ്റ്സ് നോട്ട് ബേസ്ഡ് ഓൺ എ പാസ്റ്റർ, അത് ശരിക്കും അവിടെ ഉള്ള എന്ന് വെച്ചാൽ ഗാങ്സ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ഈ ഭയങ്കര ഗ്യാങ്ങും കുറ്റങ്ങളും ലൈക്ക് അധോലോകം അമ്മാതിരി സംഭവങ്ങളൊക്കെ അല്ല, അത് റിലേറ്റഡ് ആയിട്ടുള്ളവരുടെ ഒരു ഇത്. അപ്പൊ അതിനകത്ത് ഈ പാവപ്പെട്ട ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കൂടുതൽ പേരും വരുന്നത്, അവര് തന്റെ പട്ടിണിന്നും ബുദ്ധിമുട്ടിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ അവർ അവിടെയുള്ള ലോക്കൽ ഗ്യാങ്സിന് വേണ്ടിയിട്ട് കൊലപാതകവും ജയിലിൽ പോവുകയും അവര് ചെയ്ത തെറ്റിന് ജയിലിൽ പോവുകയൊക്കെ ചെയ്യുന്ന ഒരു ഡോക്യുമെന്ററിയാണ്. സോ അവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കണ്ടെന്ന് വെച്ചാല്, ദർ ഇസ് എ പാസ്റ്റർ ഇൻ ദാറ്റ് ചർച്ച്. ആ പുള്ളിന്റെ നോർമൽ ക്ലോത്ത്സിൽ ഫുൾ സ്ലീവ് ഷർട്ട് ഇട്ട് കാണും, അല്ലെങ്കിൽ ദേഹം മൊത്തം പച്ച കുത്തിയേക്കുക. കാരണം എന്താ? പണ്ട് പുള്ളി ഗ്യാങ്ങിലായിരുന്നു. മനസ്സിലായില്ലേ? ജയിലിൽ പോയിട്ട് എന്തുവാ കുറ്റം ചെയ്തതിന് ടൈം സെർവ് ചെയ്തിട്ടുമുണ്ട്. ആൻഡ് ഹി ഫൈൻഡ്സ് എ യങ് പേഴ്സൺ അബൌട്ട് ടു ജോയിൻ എ ഗ്യാങ്. താൻ ഒരു യങ് ആയിട്ടുള്ള ഒരു മേ ബി എന്റെ പ്രായമായിട്ടുള്ള ഒരു ചെറുക്കനായിരിക്കും, എന്നെക്കാട്ടി പ്രായം കുറഞ്ഞവർ അവിടെ വലിയ വലിയ ദുഷ്ടന്മാരായ ഗ്യാങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ട് കൊല്ലുകയും അറുക്കുകയും മുടിക്കുകയും സ്ത്രീകളെ എന്ന് വെച്ചാൽ തുണ്ടം തുണ്ടായി വെട്ടി എറിയുകയൊക്കെ ചെയ്യുന്ന അത്രയും ക്രൂരമായിട്ട് പ്രവൃത്തി ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഈ പുള്ളി എന്നാ ഈ കുട്ടീനെ നോക്കിയിട്ട് ഇവൻ തെറ്റ് ചെയ്തതല്ലേ, എന്നാ ഇവനും പോയി ജയിലിൽ പോയി കിടന്ന് അനുഭവിക്കട്ടെ എന്നാണോ പറഞ്ഞത്? പുള്ളി ചെയ്ത എന്താ? ആ കുട്ടീനെ അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളെ ചർച്ചിൽ കൊണ്ടുവന്ന് തലയെ കൈവച്ച് പ്രാർത്ഥിച്ച്. ആൻഡ് പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്നത് അതാ. ഹി റിയലൈസ്ഡ് വാട്ട് ഗോഡ് ഡിഡ് ഫോർ ഹിം. പുള്ളി അത്രയും ക്രൂരമായിട്ട് ജീവിച്ചിട്ട് ഇപ്പോൾ ദൈവത്തിന് സെർവ് ചെയ്യാണ്. അപ്പൊ നമ്മളെക്കാട്ടി നമ്മളുടെ ഒരു ചെറിയ ചെറിയ കുറ്റങ്ങളായാലും വലിയ വലിയ കുറ്റങ്ങളായാലും തെറ്റായാലും പാപമായാലും, ഗോഡ് വാലിഡേറ്റഡ് അവർ, ഐ വുഡന്റ് സേ വാലിഡേറ്റഡ്, പക്ഷെ നമ്മൾ തെറ്റ് ചെയ്താലും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ സൈൻ, ഏറ്റവും വലിയ സിമ്പലാണ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത്. ആമേൻ. ഹല്ലേലൂയ. അപ്പോ നമ്മൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും,
ദാറ്റ് ഇവിടെ എനിക്ക് ഐ എം നോട്ട് വേർതി ഓഫ് ബീങ് യുവർ സൺ, എന്നെ സെർവന്റ് ആയിട്ട് നിങ്ങളുടെ സെർവന്റ് ആയിട്ട് എടുക്കുമെന്ന് പറഞ്ഞപ്പം ആ പിതാവ് ആ വീട്ടിലുള്ള എല്ലാരും അറിയിച്ചു, എന്റെ മകൻ ഇതിനു മുമ്പ് എന്നിൽ നിന്ന് അകന്നു പോയി, ബട്ട് നൗ ഹീസ് ഹിയർ. ലൈക്ക് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം മകൻ തിരിച്ചു വന്നേന്. ആൻഡ് ദാറ്റ് ഇസ് ദ സ്പിരിച്വൽ ആസ്പെക്ട് ഓഫ് sinning, but the Father proving it to you again. Next time when you sin, or നിങ്ങൾ പാപം ചെയ്തിട്ട് നിങ്ങൾ ദൈവത്തിന്റെ സ്നേഹം അർഹിക്കാൻ യോഗ്യത അല്ല എന്ന് വിചാരിക്കുകയാണ്, നിങ്ങൾ ക്രൂശിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. ഐ തിങ്ക് ദാറ്റ് ഇസ് ദ ബിഗസ്റ്റ് സിമ്പൽ. ഇവിടെ പിതാവ് മോതിരം കൊടുക്കുന്നു, വസ്ത്രം ഉടിപ്പിക്കുന്നു, കാളെ അറുക്കുന്നു, ആൾക്കാരെല്ലാരും വിളിച്ചുകൂട്ടി ഭയങ്കര പരിപാടിയാക്കുന്നു, പാർട്ടിയാക്കുന്നു, എന്റെ മകൻ തിരിച്ചു വന്നു, യെസ് അവന്റെ മകൻ തിരിച്ചു വന്നു എന്ന് പറയുന്നതിന് പോലെ ഒരു ഈക്വിവലന്റ് ആയിട്ടുള്ള ഒരു സാക്രിഫൈസ് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് ചെയ്തേക്കുന്നത്. ജീസസ് ഡൈഡ് ഫോർ അവർ സിൻസ് ഓൺ ദ ക്രോസ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഇസ് എ സിമ്പിൾ ദാറ്റ് യു ക്യാൻ ഓൾവേസ് ലുക്ക് അപ്പ് ടു വെൻ യു ഫീൽ ഇൻഅഡിക്വേറ്റ്, വെൻ യുർ സിന്നിങ്. നിങ്ങൾ പാപം ചെയ്തിട്ട് നിങ്ങൾ ഒരിക്കലും ദൈവത്തിന്റെ സ്നേഹം അർഹതയുള്ളവരല്ല എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ അതിലേക്ക് നോക്കണം. ആൻഡ് കമ്മിങ് ബാക്ക് ടു ദിസ്, ഇനി നമ്മൾ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഇനി നമ്മുടെ എനിക്കിനി പറയാനുള്ള ആഗ്രഹമുള്ളത്. നമ്മൾ എപ്പോഴും പറയും നമ്മൾ യേശുക്രിസ്തുവിനെ പോലെ ആവണമെന്ന് പ്രാർത്ഥിക്കുന്നു, യേശുക്രിസ്തുവിന്റെ ഇമേജിനെ റിസംബിൾ ചെയ്യണം, യേശുക്രിസ്തുവിനെ പോലെ അനുരൂപരാകണം, യേശുക്രിസ്തു ചെയ്തതുപോലെ ചെയ്യണം, യേശുക്രിസ്തുവിനെ പോലെ എല്ലാ ബലവും ഉണ്ടാവണം നമുക്ക്, യേശുക്രിസ്തു ഈ ലോകത്ത് എങ്ങനെയാണോ നടന്നത് അതുപോലെ എനിക്ക് നടക്കണം. നമ്മളൊക്കെ അതിനുവേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുകയും നമ്മൾ പലപ്പോഴും അങ്ങനെ ആകാറുമുണ്ട്, അല്ലെ? പക്ഷെ ഇനി ഇതേപോലെ ഈ പിതാവ് എന്ന് വെച്ചാൽ ഈ മുടിയനായ പുത്രന്റെ പിതാവ് കണ്ട ഒരു പോയൊരു സിറ്റുവേഷൻ പോലെ നിങ്ങളുടെ ലൈഫിൽ വരുവാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? അല്ലെ നിങ്ങൾ അതേപോലെ ഒരു വ്യക്തിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇത് എനിക്കും കൂട്ടുള്ള ഒരു ക്വസ്റ്റ്യനാ. സി ഇഫ് നമ്മള് there's a part in the Bible in John chapter 8. എനിക്ക് 9 തൊട്ട് 11 വരെ വായിക്കാവോ? അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തനായി വിട്ടുപോയി. യേശു മാത്രം നടുവ് നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്ന് അവർ പറഞ്ഞു. എന്ന് അവൾ പറഞ്ഞു, ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനിയും പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. Amen. യേശു So ഈ പാട്ട് നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പോൾ അല്ലെങ്കിൽ പഠിപ്പിക്കുമ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ നമ്മള് എന്തുവാ നേരത്തെ ഇതിനു മുമ്പ് ആൾക്കാർ കല്ലെറിയാൻ റെഡിയായി നിന്നപ്പം ഇറ്റ്സ് മോർ അബൌട്ട് ജഡ്ജിങ് സമ്മൺ. ഒരാള് കുറ്റം വിധിക്കുന്നതിനായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇത്. ആൻഡ് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ കുറ്റം വിധിക്കാം. ആൻഡ് ദിസ് പാർട്ട് പ്രൂവ്സ് ദാറ്റ് ഓൺലി ദ സൺ ഓഫ് മാൻ ക്യാൻ ജഡ്ജ് എനിവൺ ബിക്കോസ് ഹി ഈസ് വിത്തൗട്ട് സിൻ. ആൻഡ് അല്ലാത്തവർക്ക് കുറ്റം ചെയ്യാൻ പറ്റത്തില്ല, കുറ്റം വിധിക്കാൻ പറ്റത്തില്ല എന്ന് ഭയങ്കര ഭയങ്കര പ്രൊഫൗണ്ട് ആയിട്ട് പ്രൂവ് ചെയ്യുന്ന ഒരു പാർട്ടാണ്. പക്ഷെ എനിക്ക് എല്ലാരോടും എന്നോടും തന്നെ ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് എനിക്ക് ഇത് ബേസ് ചെയ്തിട്ട്. ഇഫ് യു വർ ടു സീ someone you loved so dearly end up in a position like this, will you react like Jesus did with the sinful woman who was caught in adultery? നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്നല്ല, ആരെങ്കിലും ആവട്ടെ, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തിപ്പെടുവാണെങ്കിൽ, ഒരു പാപം ചെയ്തൊരു സിറ്റുവേഷനിൽ, ഇറ്റ് ക്യാൻ ബി എനി സിൻ, കള്ളം പറഞ്ഞായിരിക്കാം, അഡൾട്ടറി ആയിരിക്കാം, ചിലപ്പം ദേഷ്യപ്പെട്ടായിരിക്കാം, എന്തായാലും സിൻ ഇസ് എ സിൻ, പാപം പാപമാണ്. പക്ഷെ എന്തായാലും നിങ്ങൾ ഇവിടെ യേശുക്രിസ്തു റിയാക്ട് ചെയ്തോലെ റിയാക്ട് ചെയ്യും എന്ന് ഉറപ്പുള്ളവരൊന്ന് കൈവക്ക്. അതോ നിങ്ങളിപ്പം നിങ്ങളുടെ മക്കൾ ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും സിൻഫുൾ ആയിട്ട് ചെയ്തു ആൻഡ് യു ഫൗണ്ട് ഔട്ട്, നിങ്ങൾ അവരെന്ത് ചെയ്യും? നിങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെടും, ഇങ്ങനെ യേശുക്രിസ്തു റിയാക്ട് ചെയ്യും? ബി ഓണസ്റ്റ് വിത്ത് മീ.
ഓ നീ അങ്ങനെ ചെയ്തല്ലേ, നിനക്ക് അല്ലേലും ഇത്രയും ഫ്രീഡം ഒന്നും തന്നത് എന്റെ തെറ്റാ, മുഖത്ത് നോക്കി അടിക്കുകയും കയ്യിലടിക്കുകയും, നീ ഇനി പുറത്തു പോയില്ല, വീട്ടിൽ പോയില്ല, തിരിച്ചു വാ, അങ്ങനെ. ഇറ്റ്സ് വെരി നോർമൽ റിയാക്ഷൻ. നമ്മള് നിങ്ങൾ വളർന്ന സാഹചര്യം അങ്ങനെ. പക്ഷെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യമോ, വിൽ യു റിയാക്ട് ലൈക്ക് ജീസസ് ഡിഡ്? ആൻഡ് ദാറ്റ് ഇസ് മൈ മെസ്സേജ്. ആ പെയിന്റിങ്ങിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് എനിക്ക് that's what also I am trying to develop in my life as a Christian. എനിക്ക് ഇഷ്ടമുള്ള ഒരാള് if they were to commit something, ഒരു തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണെങ്കിൽ ചെയ്തു കഴിഞ്ഞാലും എനിക്ക് ആ പെയിന്റിങ്ങില് ആ കാമുകൻ തന്റെ പഴയ സ്നേഹിതയെ കണ്ടപ്പോ തിരിച്ച് ഞാൻ അവൾ റോഡ് സൈഡിലാ കിടക്കുന്നത്, ഇൻ ഹെർ ഓൺ ഗിൽറ്റ് ആൻഡ് ഷെയിം, തന്റെ പാപത്തിന്റെ നാണത്തിലും ഗിൽറ്റിലും ആ റോഡിന്റെ സൈഡിൽ കടക്കട്ടെ, എന്നാ അവൾ അവിടെ കടക്കട്ടെ, എന്റെ അടുത്ത് എന്നെ അല്ലേലും സ്നേഹിച്ചില്ലല്ലോ, ഞാൻ അവൾ അവിടെ കിടന്ന് നശിച്ചു പോട്ടെ എന്നാണോ ഞാൻ പറയേണ്ടത്? അതോ ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് കൈപിടിച്ച് എണീപ്പിക്കുകയാണോ ചെയ്യേണ്ടത്? യേശുക്രിസ്തു എന്താ ചെയ്തത്? യേശുക്രിസ്തു ആരെയും ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല. യേശുക്രിസ്തു ആരെയും അകറ്റി നിർത്തിയിട്ടില്ല. Amen. He he proved the point by doing that with the adulterous woman. ആ പാപിനിയായ സ്ത്രീ, ആ തെറ്റ് ചെയ്ത ആ സ്ത്രീനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ഇത്രയും പ്രൊഫൗണ്ട് ആയിട്ടൊരു ഇത്, അന്നത്തെ കാലത്ത് ഇതൊക്കെ പറയാന്ന് വെച്ചാൽ അത് അത്രയ്ക്കും ഗട്ട്സ് ഉള്ള ഒരാള് വേണം, ആൾക്കെ പറയാൻ പറ്റൂ. കാരണം അന്നത്തെ പേട്രിയാർക്കൽ സൊസൈറ്റിയിൽ എന്ന് വെച്ചാൽ ആണുങ്ങൾ ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്ത സൊസൈറ്റിയിൽ ആണുങ്ങൾ പറയുന്നതാണ് ശരി, ഞങ്ങളുടെ ഇതാണ് ശരി എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു സൊസൈറ്റിയിൽ യേശുക്രിസ്തു ഒരു സ്ത്രീക്ക് വേണ്ടി സംസാരിക്കുക എന്ന് വെച്ചാൽ തന്നെ ഭയങ്കര കാര്യം. ലീവിങ് ദാറ്റ് അസൈഡ്, നിങ്ങളുടെ ഇഷ്ടമുള്ള ആരായാലും, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത അല്ലെ പരിചയമില്ലാത്ത ആരായാലും, അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് പരിചയമുള്ള ആരെങ്കിലും ആണെങ്കിലും ഇങ്ങനെ ഒരു സിൻഫുൾ സിറ്റുവേഷനിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനി റോങ് സിറ്റുവേഷനിൽ അവർ പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ യേശുക്രിസ്തു ചെയ്ത പോലെ, ഓക്കെ, ഞാൻ നിങ്ങളെ കുറ്റം വിധിക്കാൻ പോകുന്നില്ല. യേശുക്രിസ്തു, ജീസസ് ഇസ് ദ സൺ ഓഫ് മാൻ, ഹി ഹാസ് നോട്ട് സിൻഡ്, ഹി ക്യാൻ ജഡ്ജ്. യേശുക്രിസ്തു തെറ്റ് ചെയ്യാത്ത, പാപം ചെയ്യാത്ത ഒരു വ്യക്തിയാണ്. യേശുക്രിസ്തുവിനെ വേണേ പറയാം, നീ പാപം ചെയ്തല്ലേ, നീ എന്തായാലും നരകത്തിൽ പോവാ, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയുവാണ്. യേശുക്രിസ്തുവോട് പറയാം, നിനക്ക് then neither do I condemn you. Go now and leave your life of sin. പാപം ചെയ്യുന്ന ആ ലൈഫ് വിട്ടുപോകാൻ യേശുക്രിസ്തു അവിടെ പറഞ്ഞു. അപ്പോ എനിക്ക് ഇന്നത്തെ മെസ്സേജിൽ നിന്ന് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. വെൻ someone is going through sin, ഇത് നിങ്ങളായാലും ഞാനായാലും നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ആയാലും, ആൻഡ് എസ്പെഷ്യലി യങ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ, നിങ്ങൾക്ക് യങ്സ്റ്റേഴ്സിനെ അറിയാമെങ്കിൽ, അങ്ങനെ അവരിങ്ങനത്തെ ഒരു ലൈഫിലൂടെ കടന്നു പോവുകയാണെങ്കിലും, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ എക്സാമ്പിൾസ് പറഞ്ഞു കൊടുക്കുക. ബൈബിളിൽ പലവരും പാപം ചെയ്തിട്ട് ദൈവത്തിൽ നിന്ന് മറഞ്ഞിരുന്നിട്ടുണ്ട്, ദൈവത്തിൽ നിന്ന് ഓടിപ്പോയിട്ടുണ്ട്. ഒരാള് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് ബിക്കോസ് ദേ കുഡ് നോട്ട് ബെയർ ദ ഗിൽറ്റ്. പിന്നെ മുടിയനായ പുത്രൻ, പ്രോഡിഗൽ സണ്ണിൽ നിന്ന് ഓടിപ്പോയിട്ടും, പക്ഷെ അവിടെ പിതാവ് ചെയ്തതും യേശുക്രിസ്തു എന്ന സാക്രിഫൈസ്, സെലിബ്രേഷൻ. ആ മുടിയനായ പുത്രന്റെ പാരബിളിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ സെലിബ്രേഷൻ ആയിട്ട് കാണിച്ചേക്കുന്ന സിമ്പിൾ ആണ് നമുക്ക് യേശുക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ദാറ്റ്സ് വാട്ട് ഐ തിങ്ക്, ആൻഡ് ദാറ്റ്സ് വാട്ട് ദ ഹോളി സ്പിരിറ്റ് ഇസ് പ്രോംപ്റ്റിംഗ് മീ ടു ടെൽ യു. ആമേൻ. സോ പിന്നെ നമുക്ക് ഇതിൽ നിന്നും എന്ത് ചെയ്യാം? എനിക്കിപ്പം ഡു ഐ ജഡ്ജ് സമ്മൺ? തെറ്റ് ചെയ്ത ആരെങ്കിലും കണ്ടാൽ ഞാൻ അവരെ ജഡ്ജ് ചെയ്യുകയാണോ ചെയ്യുന്നത്? അത് യേശുക്രിസ്തു റിയാക്ട് ചെയ്ത പോലെ റിയാക്ട് ചെയ്യുകയാണോ ചെയ്യുന്നത്? നിങ്ങൾ അവരെ തിരികെ തേടി അവരുടെ സിറ്റുവേഷനിൽ നിന്നും അവരെ രക്ഷിക്കാൻ പോവുകയാണോ ചെയ്യുന്നത്? അതോ നിങ്ങൾ അവരിൽ നിന്ന് നിങ്ങൾ ഇഫ് യു ആർ ഡിസ്റ്റൻസിങ് ദംസെൽസ് ഫ്രം ദം, നിങ്ങൾ അവരിൽ നിന്ന് അകന്നു പോയി, അവർ തെറ്റ് ചെയ്തല്ലേ, അവരെന്തായാലും പറഞ്ഞു കൊടുത്തിട്ട്, നന്നാക്കാൻ പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യമില്ല, അവരവരെ തോന്നിയ പോയ ചേട്ടെ എന്ന് പറയണോ ചെയ്യുന്നത്? ദിസ് ഇസ് സംതിങ് നമ്മൾ എപ്പോഴും ഭയങ്കരമായിട്ട് എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്കറിയാം ഇത് ഭയങ്കര ഹോളി സ്പിരിറ്റ് റിലേറ്റഡ് ആയിട്ടോ സ്പിരിച്വൽ ആയിട്ടോ പറയാനുള്ള ഒരു മെസ്സേജ് അല്ല. ഭയങ്കര അന്യഭാഷ പറഞ്ഞ് കൈയടിക്കാനും ഘോരഘോരം പ്രസംഗിക്കാനും പറ്റിയ മെസ്സേജ് അല്ലെന്ന് അറിയാം. പക്ഷെ എനിക്കിത് പറയണമെന്നുണ്ട്. കാരണം ഇതെനിക്ക് കുറെ നാളായിട്ട്
ഈ പെയിന്റിങ്ങിന്റെ ഒരു സ്ക്രീൻഷോട്ട് എന്റെ ഫോണിൽ ഗാലറിയിലുണ്ട്. അത് കണ്ടപ്പോ അമ്മ മെസ്സേജ് പറയാന്ന് പറഞ്ഞപ്പോ ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നേ. ഇന്ന് നീ മെസ്സേജ് പറയാന്ന് പറഞ്ഞപ്പോ ഞാൻ ഇതിനെക്കുറിച്ച് പറയാന്ന് തന്നെ വിചാരിച്ചു. ആൻഡ് ഈ വചനം എല്ലാരെയും അനുഗ്രഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ ഹോപ്പ് ദിസ് വേർഡ് ഓഫ് ഗോഡ് ബ്ലെസ്സസ് എവ്രി വൺ, ഇസ് എ ബ്ലെസ്സിങ് ടു എവ്രി വൺ, ആൻഡ് യു ക്യാൻ ലേൺ സംതിങ് ഫ്രം ഇറ്റ് ആൻഡ് റിഫോം അവർ വേസ് ബേസ്ഡ് ഓൺ ഇത്. ഞാൻ തെറ്റ് ചെയ്യാത്ത വ്യക്തിയാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഞാൻ തെറ്റ് ചെയ്യാറുണ്ട്. ഞാൻ മര്യാദയ്ക്ക് പ്രാർത്ഥിക്കാറും ബൈബിൾ വായിക്കാറും ഒന്നുമില്ല മിക്കപ്പോഴും ഒക്കെ. ആൻഡ് ദാറ്റ് ഇസ് സംതിങ് ഐ റിയലൈസ് ഐ ആം ഡൂയിങ് റോങ്. ആൻഡ് ദൈവത്തിലേക്ക് തിരിച്ചു വരിക, എനിക്ക് ഈ മെസ്സേജ് പറയുമ്പോൾ തന്നെ എനിക്ക് ഹോളി സ്പിരിറ്റിന്റെ കൺവിക്ഷൻ ഉണ്ടാവുന്നുണ്ട്. കം ബാക്ക് ടു ഗോഡ്, കം ബാക്ക് ടു ഗോഡ്. ഗോഡ് നെവർ സെഡ് ഐ വിൽ ത്രൂ യു അവേ. ബൈബിളിൽ പറഞ്ഞേക്കുന്നത് ഐ വിൽ നെവർ ലീവ് യു നോർ forsake you എന്ന് ദൈവം പറഞ്ഞേക്കുന്നത്. സോ അത്രയും നമ്മളെപ്പോഴും നമ്മൾ തെറ്റ് ചെയ്താലും നമ്മളെ സ്നേഹിച്ച് നമ്മൾ ആ സ്നേഹം കൊണ്ട് തോൽപ്പിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. സോ അത് തിരിച്ചറിഞ്ഞ എല്ലാവരും ഈ ദിവസങ്ങളിൽ ഈ ഈ വചനം മെഡിറ്റേറ്റ് ചെയ്യോ, പ്രാർത്ഥിക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തു. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ചുരുക്കി ആമേൻ. ആമേൻ. താങ്ക് യു മോളെ. ഹല്ലേലൂയ. ആമേ. നമ്മുടെ ദൈവത്തിന്റെ വചനം പറയുന്നത് ഹലാൽ ആമേ ആമേ സാക്ഷാൽ ക്രിസ്തു നമ്മെ ആമേ സ്വതന്ത്രമാക്കി. ഇനി നിങ്ങൾ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത് പറഞ്ഞത്. കാരണം പലപ്പോഴും നമ്മൾ ഹാലിൽ സ്വതന്ത്രമാക്കപ്പെട്ടെങ്കിൽ ഇന്ന് അടിമനുഖത്തിൽ തന്നെ കിടക്കുന്നത്. എന്താണ് ഈ അടിമനുഖം എന്ന് വെച്ചാൽ ന്യായപ്രമാണം നമ്മുടെ മേൽ ഹാലിലിയ ഇന്നും കർത്തൃത്വം നടത്തിക്കൊണ്ടിരിക്കുക. കാരണം നമ്മൾ ന്യായപ്രമാണം വെച്ചാണ് പലരെയും വിധിക്കുന്നത്, പലരെയും ഹാലിലിയ ആമേൻ കാണുമ്പോൾ ഓരോ കാര്യങ്ങൾ. ഇന്ന് പറഞ്ഞ മെസ്സേജിൽ പണ്ട് എനിക്ക് ദൈവസ്നേഹം എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ എഴുതിയിട്ട് അതിനകത്ത് ഞാനിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹാലലിയ ആമേ നമ്മളെപ്പോഴും ഫ്രണ്ട്ഷിപ്പ് അല്ല നമ്മളെപ്പോഴും ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന, നമ്മളോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളെക്കാൾ ഉയർന്നവരായിട്ട് നമ്മളെക്കാട്ട് താഴെയുള്ളവരുമായിട്ട് പലരും ബന്ധം സ്ഥാപിക്കാനൊക്കെ കുറച്ച് മടിയാണ്. കാരണം അതിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ നമ്മുടെ അടുത്തൊരു ചേരി ഉണ്ടെങ്കിൽ, ചേരി പ്രദേശങ്ങളിൽ ഹാലേലിയ ഒരുപാട് പ്രോസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഉണ്ട് ഹാലേലിയ. അതിൽ ആരെങ്കിലും കാണും ഇതെന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞാൽ ആരെങ്കിലും പോയി തോളൊക്കെ ഇട്ട് ചേർത്ത് നിർത്താറുണ്ടോ? കാരണം ഒന്ന് മടിക്കും. കാരണം എന്ന് വെച്ചാൽ അവരെ നമ്മൾ നമ്മുടെ സുഹൃത്താന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തുമ്പോൾ മറ്റൊരു സമൂഹത്തെ കാണുന്നവരും നമ്മളെയും അതുപോലെ കാണുമ്പോൾ എന്നൊരു ഭയം നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരും അത് ചെയ്യാറില്ല. പക്ഷേ കർത്താവ് യേശുക്രിസ്തു അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ അല്ലെ നമ്മളെപ്പോലെ ഇരിക്കുന്ന ദൈവത്തിന്റെ മക്കളാണെന്ന് പറഞ്ഞിരിക്കാൻ നമുക്ക് ആർക്കെങ്കിലും യോഗ്യത നേടാൻ പറ്റുമായിരുന്നോ? കഴിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ് കുഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്തത്. കാരണം ഇന്ന് പലപ്പോഴും നമ്മൾ വിധിക്കാനായിട്ട് മുൻപിൽ നിൽക്കുന്നവരാ. യേശു കർത്താവ് പറഞ്ഞൊരു കാര്യം, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ഇവളെ കല്ലെറിയട്ടെ എന്നാ പറഞ്ഞു. കാരണം നമുക്കൊരാളെ വിധിക്കണമെങ്കിൽ ഒരാളെ നോക്കിയിട്ട് അയാളെക്കുറിച്ചൊരു കുറ്റം പറയണമെങ്കിൽ അവൻ ഇങ്ങനെയാണല്ലോ അവൾ ഇങ്ങനെയാണെന്ന് പറയണമെങ്കിൽ നമ്മളിൽ പാപമില്ലാത്ത ആയിരിക്കണം. അല്ലെ, നമ്മൾ ഒരിക്കലും പാപം ചെയ്തിട്ടില്ല. അങ്ങനെ വിധിക്കാനായിട്ട് യോഗ്യതയുള്ളവൻ കർത്താവ് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. പക്ഷേ യേശുക്രിസ്തു പോലും ആ സ്ത്രീയെ വിധിച്ചില്ല. ഹലയില് അവിടെ അപ്പൊ നമ്മൾ ഒരാളുടെ നേരെ നാക്കെടുത്ത് ഹലയില് വിരൽ ചൂണ്ടും നമ്മൾ വായെടുത്ത് നാവിലൂടെ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഹാലയില് നമ്മുടെ ഉള്ളിൽ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ പോലെ കണ്ണിൽ വലിയ കോല് വെച്ചിട്ട് ഹാലയില് നിന്റെ കാരണല്ലേ കരടെടുത്ത് കളയാമെന്ന് പറഞ്ഞ പ്രവണത ഇന്ന് എല്ലാവരും കാണിക്കുന്നത്. അപ്പൊ ക്രിസ്ത്യൻ ലൈഫിൽ പ്രത്യേകിച്ച് ഞാൻ പെന്തക്കോസ്ത് വിഭാഗത്തിൽ ഞാൻ കാണുന്നത് ഒരു സംഭവം, പ്രത്യേകിച്ച് ഒരു കൂട്ടർ ഹാലയില് ഈ സാധാരണക്കാരായ ആൾക്കാർ വിശ്വാസികളല്ലാതെ അവിശ്വാസികളെ കാണുമ്പോഴും ഒരു പാപികൾ എന്നൊരു സിമ്പൽ അവർ നോക്കിയും പെരുമാറുകയും ചെയ്യുന്നത്. കാരണം ഞങ്ങൾ ഭയങ്കര വിശുദ്ധരാണ്, നിങ്ങളൊക്കെ വലിയ പാപികളാണെന്ന് രീതി. പക്ഷേ ഒരിക്കലും ആ മനോഭാവം അല്ല, മെന്റാലിറ്റി തന്നെ തെറ്റാണ്. കാരണം വെച്ചാൽ നമ്മൾ നേരത്തെ എന്തായിരുന്നു എന്നൊന്ന് ചിന്തിക്കണം. എന്ത് യോഗ്യത കൊണ്ടോ നമ്മളിപ്പോൾ ഈ പൊസിഷൻ എത്തിയേക്കുന്ന ചിന്തിക്കണം. നമ്മുടെ ഒരു യോഗ്യത കൊണ്ടോ നമ്മുടെ ഒരു പ്രവൃത്തികൾ കൊണ്ടോ അല്ല ദൈവം നമ്മളെ വിളിച്ചതും വേർതിരിച്ചതും. ഹാലലിയ അത് കൃപയാൽ, അത്രേ കൃപയാൽ. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഒരർഹതയും ഇല്ലാത്തിട്ട് നമ്മളിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ സ്നേഹമാണ്. നമ്മൾ ഇവിടെ പറഞ്ഞ ആ മുടിയനായ പുത്രൻ എന്ന് പറഞ്ഞ അങ്ങനെ ഒരു വാക്ക് നമ്മുടെ ബൈബിളിൽ ഒരിടത്ത് പോലും ഉപയോഗിച്ചിട്ടില്ല, മുടിയനായ പുത്രൻ. പക്ഷെ എല്ലാവരും പറയുമ്പോൾ മുടിയനായ പുത്രൻ എന്നാ പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉപമയെ കുറിച്ച് ആ വാക്ക് ഇത്രയും വായിക്കുകയാണെങ്കിൽ പറഞ്ഞു. പക്ഷെ എന്നിട്ട് നമ്മൾ അതിനെ അങ്ങ് മുടിയനായ പുത്രനാക്കി മാറ്റി. ഹാലയിലെ കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്പന്റെ അടുത്ത് നിന്ന് ഓടിപ്പോയ അങ്ങനെ. പക്ഷെ അവിടെ കാണുന്ന അപ്പൻ എന്നിട്ട് എന്താ പറയാ, അവിടെ കാണുന്നതാണ് നമ്മൾ 20-ാം വാക്യം വായിക്കാൻ. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കിലേക്ക് പോയി. ദൂരത്ത് നിന്ന് അപ്പൻ അവനെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. അപ്പം ദൂരത്ത് നിന്ന് കാണുമ്പോ എന്താ, അപ്പൻ ഓടിച്ചെല്ലുന്നു. ഒന്നാമത്തെ കാര്യം
പിന്നെ മനസ്സലിയാണ്, പിന്നെ എന്നിട്ട് കെട്ടിപ്പിടിക്കുകയാണ്, എന്നിട്ട് ചുംബിക്കുന്നു. ഹാലേലിയ. ആമേൻ. പാപം ചെയ്ത് ഉള്ളതെല്ലാം നഷ്ടപ്പെടുത്തി, ആമേൻ ഹാലേലിയ, ആമേൻ മുഷിഞ്ഞ വസ്ത്രത്തോടുകൂടി അത്രയും ഇതായിട്ട് വന്നിരിക്കുന്ന ഒരു മകനെ കണ്ടപ്പോൾ അവനല്ലേ പോയത്, വരട്ടെ എന്റെ കാല് പിടിക്കട്ടെ, അല്ലെങ്കിൽ വന്ന് എന്നോട് സംസാരിക്കാൻ ഇരിക്കുന്നിടത്ത് ഇരിക്കുകയാണോ ചെയ്തത്? ഞാനൊക്കെ ചിലപ്പം അനുമോളോട് വഴക്കിട്ട് പിണങ്ങി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കാര്യം, ഞാൻ അതിനകത്ത് അവള് വന്നിട്ട് എൻ്റെ അടുത്ത് പയ്യെ ഇങ്ങനെ ഞാൻ ഇരിക്കുന്നിടത്തേക്ക് വന്ന് അമ്മ വിളിച്ചോണ്ട് അപ്പം ഞാൻ മുഖമൊക്കെ തിരിച്ചു പിടിക്കും. ഹാലേലി. കാരണം പക്ഷെ ഈ അപ്പനൊന്ന് നോക്കിക്കേ. ഹാലേലിയ. ദൂരത്ത് നിന്ന് കണ്ടപ്പോഴേ ഓടി ചെല്ലുകയാണ്. ഹാലേലിയ. ആമ എന്നിട്ട് മനസ്സിനെ കഴുത്തി കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നു. അപ്പൊ ആ മകൻ അവിടെ പറയുന്നുണ്ട് എന്തൊക്കെയാ, ഞാൻ അപ്പനോ സ്വർഗത്തോടും ആമയും അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ യോഗ്യനല്ല എന്ന് അത്രയും മാത്രമേ പറയിച്ചുള്ളൂ. അവൻ തീരുമാനിച്ചു വരുന്നത് എന്താ, ഞാൻ യോഗ്യന, എന്നിട്ട് നിന്റെ കൂലിക്കാൽ ഒരുത്തനെ പോലെ ആക്കണമേ എന്ന് പറയും. പക്ഷെ കൂലിക്കാലിൽ ഒരുത്തനെ പോലെ ആക്കണമേ എന്ന് പറയാനായിട്ട് അപ്പൻ അനുവദിച്ചില്ല. കാരണം എന്താ, അവൻ കൂലിക്കാരിൽ ഒരുത്തനല്ല. എന്ത് പാപം ചെയ്താലും എന്ത് തെറ്റ് ചെയ്താലും അവൻ മകൻ തന്നെയാണ്. അപ്പൊ മകന്റെ വായിൽ അങ്ങനെ വാക്ക് പറയാൻ പോലും അപ്പൻ അനുവാദം കൊടുക്കുന്നില്ല. അപ്പൻ അതിനു മുമ്പേ ജോലിക്കാരോട് പറയുന്നത് പെട്ടെന്ന് അങ്കി കൊണ്ടുപോവാ, കാളി ഇറക്കണം, അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് അപ്പന്റെ വായുന്നത്. കാരണം നമ്മൾ മക്കൾ ദൈവത്തിന്റെ സ്നേഹം ഇതാണ്. പക്ഷെ മനുഷ്യരാ നമ്മൾ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞു അതിനെ ഊതിപ്പെപ്പിച്ച് വലുതാക്കി എന്തോരം കാര്യങ്ങൾ. ഇന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമ്മുടെ ആരാണ്ട് ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ പറയുന്നുണ്ട്, അത് ഷേർലി സിസ്റ്റർ ആണോ എനിക്കറിയത്തില്ല, ആരും പറയുന്നുണ്ട് ഇന്ന് ഫാമിലി കോർട്ടിൽ ഏറ്റവും കൂടുതൽ കേസുകളിൽ ഭൂരിഭാഗം ചെല്ലുന്ന പെന്തക്കോസ്ത് വിഭാഗത്തിൽ നിന്നൊക്കെ. കാരണം പെന്തക്കോസ്റ്റുകാരെ നമ്മൾ ക്രിസ്ത്യന്റെ നിയമം അനുസരിച്ച് ദൈവം പഠിപ്പിക്കുന്നത് മനുഷ്യൻ ദൈവം കൂട്ടി യോജിപ്പിച്ച് മനുഷ്യൻ വേർപിരിക്കാതിരിക്കട്ടെ എന്ന് പഠിപ്പിക്കുമ്പോൾ ചെറിയ ചെറിയ വിഷയങ്ങൾ എടുത്തിട്ട് അവിടേക്ക് പോകുന്നത് പോലെ കാണും. അതിപ്പം ഞാൻ പറയാം, ഇത് ബാക്കിയുള്ള ജാതികളിലെല്ലാം പ്രവണതയുണ്ട്. പക്ഷെ എന്ത് വെച്ചാൽ അവരത് ചെയ്യുമ്പോൾ അവർക്ക് അതിന്റെ ഡെപ്ത് അറിയില്ല എന്ന് വെക്കാം. പക്ഷെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള പെന്തക്കോസ്ത് മാത്രമല്ല, ഞാൻ പറയാം ക്രിസ്ത്യൻ എല്ലാത്തിനടുത്തും കല്യാണത്തിന്റെ ഉടമ്പടി പറയുമ്പോൾ പറയുന്ന കാര്യമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഡിവോഴ്സുകൾ നടക്കുന്നത് ഇത് ക്രിസ്ത്യാനികളുടെ ഇടയിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ വിഷയങ്ങൾ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കുക. അപ്പൊ ഇവിടെയൊക്കെ വചനം എവിടെ ഒരു മറന്നു പോകുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ പലപ്പോഴും ഇതിനകത്ത് ചെറിയ ചെറിയ സ്വര എന്താ പറയാ ചേർച്ചകളില്ലാത്തവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മളെ വിളിക്കുക പ്രാർത്ഥിപ്പിച്ച്. അപ്പൊ അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അവിടെയൊക്കെ അവർക്ക് എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കൂടുതലും കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് മനസ്സിലാകുന്നില്ല, അവർ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് മറ്റുള്ളവർ ശ്രമിക്കാത്തതും കൂടെ അതിനകത്തൊരു കാരണമാണ്. കാരണം ദൈവത്തിന്റെ വചനം നമുക്ക് പഠിപ്പിച്ചു തന്ന സകല മാതൃക നമ്മുടെ മുമ്പിൽ ഒരാൾ തെറ്റ് ചെയ്ത് പാപം ചെയ്ത് പോകുമ്പോൾ, ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞു, കർത്താവിനൊരിക്കൽ ചോദിച്ചു, നമ്മളൊരു നൊട്ടോറിയസ് ക്രിമിനലിനെ കുറിച്ച് ന്യൂസ് ഞാൻ കണ്ടുകൊണ്ടിരിക്കും, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ദൈവത്തോട് ചോദിച്ചു, അപ്പൊ കർത്താവെ നീ ഇവനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, യെസ്, ഞാൻ അത് എന്റെ രക്തത്തിന്റെ വിലയാണ്. നമ്മുടെ കണ്ണിലോ സാത്താനെ ആരാധന തുടങ്ങിയ മനുഷ്യന് രക്ഷിക്കപ്പെടുവാനായിട്ട് ദൈവം അവസരം കൊടുത്തെങ്കിൽ, ദൈവത്തിന്റെ മകനാക്കി മാറ്റാൻ ഒരു മടിയും കാണിച്ചില്ലെങ്കിൽ മറ്റ ആരെയാണ് ദൈവം തള്ളിക്കളയുന്നത്? അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ കാണേണ്ട കാര്യം, ഒരാൾ പാപത്തിലേക്ക് വീണു പോകണമെങ്കിൽ അവന് അതിൻ്റെതായ സാഹചര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും. സിറ്റുവേഷൻസ് നമ്മൾ പാപത്തെ ഒരിക്കലും ഹൈലൈറ്റ് ചെയ്യുകയല്ലെങ്കിലും അതിൽ എത്തിപ്പെടാനുള്ള ഒരു സിറ്റുവേഷൻ. ഞാൻ പറയാം, ശബരിയാക്കാലത്ത് സ്ത്രീയെ കുറിച്ച് അവൻ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. വേദപുസ്തകത്തിൽ പറയാം 5 ഭർത്താക്കന്മാരുടെ ഇപ്പോഴുള്ള ഭർത്താവല്ല എന്ന് പറയുമ്പോഴും അവളുടെ ആ സിറ്റുവേഷൻ, അവളുടെ ബാക്ക്ഗ്രൗണ്ട് അവൾ എന്തായിരുന്നു എന്നും എങ്ങനെ ഇതിലേക്ക് വന്നു എന്നും കർത്താവ് കൃത്യമായി അറിഞ്ഞിട്ടാണ് അവളെ തേടി ചെല്ലുന്നത്. കർത്താവിന് അറിയാതെ. അപ്പൊ അവളത് പറയുന്ന സമയത്ത് ഞാനൊരു ഇതുപോലെ തന്നെ ഒരു വെബ് സീരീസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് അവൾ പറയുന്നുണ്ട്, കർത്താവ് ഞാൻ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയാം. അവൻ പറയും, ഇല്ല, എനിക്ക് ഐ നോ യു. നിന്റെ ഫസ്റ്റ് മാരേജ് എങ്ങനെയാ സംഭവിച്ചതെന്നും അതിനകത്ത് എങ്ങനെയാ അത് വീഴ്ച എല്ലാം എനിക്ക് അറിയാം എന്ന് കർത്താവ് പറയുമ്പോഴാണ് അവൾ ഭയങ്കരമായിട്ട് പൊട്ടി. കാരണം അവൾ ഭയങ്കര ദൈവഭക്തിയുള്ളൊരു ദൈവ ഭയമുള്ളൊരു പെൺകുട്ടിയാണ് ആ സിറ്റുവേഷനിലേക്കുള്ള. അപ്പൊ ദൈവത്തിന് എല്ലാവരെ കുറിച്ചും കൃത്യമായിട്ട് അറിയാം. കർത്താവ് എപ്പോഴും വിധിക്കുന്ന അങ്ങനെയാണ്. കാരണം അതുകൊണ്ടാണ് ദൈവം എന്നോട് ഒരിക്കൽ പറഞ്ഞത്, ഞാൻ ഹൃദയങ്ങളെ കണ്ട മനസ്സലിയുന്നു. നമ്മളെന്താ പുറമേ നോക്കിയിട്ടാണ് നമ്മൾ വിധിക്കുന്നത്. ലൂയ. അപ്പൊ ഞാൻ പല പാസ്റ്റർമാരുടെ ഇത് കണ്ടിട്ടുണ്ട്. പലപ്പോഴും അവരെ കുറിച്ച് ഭയങ്കര ഗോസിപ്പൊക്കെ വരുമ്പോഴത്തേന് നമ്മുടെ ഉള്ളിൽ പിന്നെ ആ ഒരു ഇമേജ് മാത്രം. പക്ഷേ അതിലൊരു ദേവദാസൻ എനിക്ക് നന്നായി അറിയുന്ന ദേവദാസനുണ്ട്. അദ്ദേഹത്തിന്റെ ഉള്ള ഏറ്റവും ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ മുമ്പിൽ പോയി നെടുമ്പാട് വീണ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന നമ്മുടെ ദാവീദിനെ പോലെ ഒരു ക്യാരക്ടർ ഉണ്ട്.
എന്നാൽ എന്നും ഗോസിപ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു മനുഷ്യനും കൂടെ ഹാലലിയ കാണാം. അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും എടുത്തിട്ട് അലക്കുന്ന ഒരു മനുഷ്യൻ. പക്ഷേ ഇന്നും ദൈവം ശക്തമായിട്ട് അദ്ദേഹത്തെ ഉപയോഗിക്കുന്നതിന്റെ കാരണം എന്നായിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ കമന്ന് വീണ് നെടുമ്പാട് കടന്ന് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ദൈവസ്ഥന് എന്താ ആ നെടുമ്പാട് വീണ് കരയുമ്പോൾ ദൈവം അവന്റെ പാപങ്ങൾ അറിയാതെ വായിന്ന് വരുന്ന ചില വാക്കുകളൊക്കെ അതങ്ങ് ക്ഷമിക്കും. പക്ഷേ നമ്മൾ എപ്പോഴും ആ വാക്കിലൊക്കെ പിടിച്ചോണ്ടിരുന്നിട്ട് ഇന്നും അയാളെ വിധിച്ചോണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മളും ദൈവവും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് വിധിക്കാൻ മാത്രമേ അറിയുള്ളൂ. ആരോടും ക്ഷമിക്കാനോ പൊറുക്കാനോ അവരെ ചേർത്ത് നിർത്താനോ നമ്മൾ പഠിച്ചിട്ടില്ല. ഇന്ന് അതിന് വേണ്ടിയിട്ട് ജയിക്കാൻ വേണ്ടി എന്ത് നുണ പറയാൻ പോലും ദൈവം മക്കള് ദൈവദാസന്മാരും ഇന്ന് സാഹചര്യങ്ങൾ മുതലെടുക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു നുണ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ നേടാനല്ല പഠിപ്പിച്ചത്. സത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അവരെ അനലൈസ് ചെയ്യാം. ദൈവത്തിനറിയാം, ഒരു ചാൻസ് കൊടുത്താൽ. ഇപ്പൊ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ മറിയെ കുറിച്ച് ഇവിടെ വേശ്യാവൃത്തിക്ക് പിടിക്കപ്പെട്ട് കല്ലെറിയാനായിട്ട് ഓടിച്ചു കൊണ്ടുവന്ന് ഇടുമ്പോൾ കർത്താവ് യേശുക്രിസ്തു ഈസി ആയിട്ട് വിധിക്കാമായിരുന്നു. ഒന്ന് മിണ്ടായിരുന്നാ മതിയായിരുന്നു, അല്ലെ? അപ്പൊ പക്ഷെ അവിടെ നമുക്ക് കാണുന്നുണ്ട് അവളുടെ വന്ന മാറ്റം. പിന്നെ എത്ര ഒരു കഴിഞ്ഞ് നീ പാപം ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പാപമോചനം അവളുടെ ഉള്ളിൽ ഉണ്ടാക്കിയ മാനസാന്തരം ഭയങ്കരമാണ്. ആ സമയത്ത് അപ്പം നിന്നിട്ട് ആരെങ്കിലൊക്കെ വിധിച്ചെങ്കിൽ അവൾ വീണ്ടും ആ തെറ്റിലേക്ക് തന്നെ പോകും. ചിലപ്പോൾ ശിക്ഷിച്ചാലും അടിച്ചാലും കല്ലെറിഞ്ഞാലും പിന്നെ അവൾ പോകുന്നത് ആ തെറ്റിന്റെ വഴിയിൽ തന്നെ പോകത്തുള്ളൂ, അല്ലെ? നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരു കുറ്റം ചെയ്യുമ്പോൾ നമ്മൾ ചില ആൾക്കാർ കാണാറുണ്ട്, ഭയങ്കരമായിട്ട് തല്ലും കുഞ്ഞുങ്ങളെ. ഭയങ്കരമായിട്ട് എനിക്കറിയാം, എൻ്റെ കസിൻ ഉണ്ടായിരുന്നു പണ്ട് അവനാണെങ്കിൽ എൻ്റെയൊക്കെ എന്നെക്കാട്ട് ഒരു 6 മാസം മൂത്തതാണല്ലേ ഉള്ളൂ. പണ്ട് കുഞ്ഞിലെ ആണെങ്കിൽ ഇവനിങ്ങനെ കുറ്റക്കേടെല്ലാം ചെയ്യുമ്പോൾ അവൻ്റെ അപ്പം ഭയങ്കര ശിക്ഷിക്കും. അടിച്ചിട്ട് മുട്ടുമേൽ എടുത്തിട്ട് 2 കയ്യിൽ ഇങ്ങനെ കട്ട എടുത്ത് കൊടുത്തിട്ട് ഇങ്ങനെ കൈ വിരിച്ച് അതിങ്ങനെ കൈ വഴക്കാനും താക്കാനും പറ്റില്ല, അങ്ങനെ പിടിച്ചിരുത്തുമായിരുന്നു. മുട്ടുമേൽ എടുത്തിട്ട് കൈ നിവർത്തി പിടിച്ചിട്ട്. അപ്പോൾ ഇവനെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് കഴിയുമ്പോൾ പിറ്റേ ദിവസം വീണ്ടും പോയി തെറ്റ് ചെയ്യും. അപ്പൊ ഞാൻ ചോദിച്ചൊരിക്കൽ, നിനക്ക് എന്നീ അടി കെട്ടിട്ട് നിനക്കൊരു നാണം ഇല്ലെന്ന് ചോദിക്കാം. പറ, ഓ എന്തെന്ന് ഇപ്പൊ അടി കിട്ടി ശീലമായിപ്പോ, അതുകൊണ്ട് 2 അടി കൊള്ളട്ടെ, എന്നാലും എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ പോകുമല്ലോ. സ്കൂളിൽ പഠിക്കുന്ന സമയം പോലെ സിനിമയ്ക്ക് പോകും, അല്ലെങ്കിൽ അടി ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം പോയി കഴിഞ്ഞിട്ട് എന്താ പറയുക, അവൻ റെഡിയാണ്, അവൻ അറിയാം, അവൻ മൈൻഡലി അക്സെപ്റ്റ് ആണ്. വീട്ടിൽ വന്നാൽ അപ്പൻ അടിക്കും, മുട്ടമേലെടുത്തും കട്ടെടുത്ത് കയ്യിൽ തരും. ഇതല്ലേ ഉള്ളൂ. ഇത് ഞാനങ്ങ് ഇത് അത് അവന്റെ മൈൻഡുമായിട്ട് സെറ്റായിപ്പോയി. അപ്പൊ അതൊരു ബുദ്ധിമുട്ടല്ല. പക്ഷെ നമുക്ക് പുറമേ നിന്ന് നോക്കുന്ന നമ്മൾ ഒരിക്കലും അത് വാങ്ങിയിട്ട് അടി മേടിച്ചിട്ടില്ലാത്തവർ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നമായി തോന്നും. പക്ഷേ ആ സ്ഥിരമായി അടി വാങ്ങുന്നവൻ അതൊരു വിഷയമേ അല്ല. ഇങ്ങനെയാണ് പലപ്പോഴും നമ്മൾ ഓരോരുത്തരെ ശിക്ഷിക്കുമ്പോൾ, ഒരു കുറ്റം ചെയ്യുമ്പോൾ ശിക്ഷിക്കുമ്പോൾ അതവർക്ക് യൂസ്ഡ് ആയി പോകും. പക്ഷെ അതേ സമയത്ത് നമ്മളൊന്നും പറയത്. ഇപ്പൊ ഒരാൾ തെറ്റ് ചെയ്ത് നമ്മൾ കണ്ടു, അല്ലെ നമ്മൾ അവരെ അതിനെ നമ്മൾ കുറ്റം വിധിക്കുന്നില്ല എന്നിട്ട് എന്താ സംഭവിക്കുന്ന അറിയോ? അവരുള്ളിൽ ഇത് പുകയാൻ തുടങ്ങിയിരുന്നിട്ട്, എൻ്റെ അമ്മ എന്നെ വഴക്ക് പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് എന്നെ വഴക്ക്, അല്ലെങ്കിൽ എൻ്റെ വൈഫ് എന്നെ ഇത് കണ്ടിട്ട് വഴക്ക് പറഞ്ഞു, അതവർ കണ്ടു എന്നും മനസ്സിലാക്കുമ്പോൾ ഇവരുടെ ഉള്ളിൽ കുറ്റബോധം ഉണ്ടാകാൻ തുടങ്ങും. ആ കുറ്റബോധത്തിൽ നിന്ന് ഇവർക്ക് പിന്നീട് വഴക്കിടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കി തീരും. അതോടെ പിന്നെ അവർ രണ്ടുപേർക്ക് അതിനകത്ത് ഒരു വിഷമം ഉണ്ടാകും. പക്ഷേ നമ്മൾ ക്ഷമിക്കുമ്പോഴാണ് കൂടുതൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ചിന്തിക്കാനായിട്ടുള്ള മനസ്സ് തോന്നുന്നത്. ആ സ്നേഹത്തിന് എന്തുകൊണ്ടാണ് ക്ഷമിക്കുന്നത്? എന്തുകൊണ്ടാ സാറാമ്മ സിസ്റ്റർ നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെ മറ്റാരും പാപം ചെയ്ത് നമ്മൾ ക്ഷമിക്കുന്നത് എന്തുകൊണ്ടാ? സ്നേഹം കൂടുതലുണ്ട്, അല്ലേ? കാരണം എന്താ വെച്ചാ, പക്ഷെ എന്നിട്ട് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഇവരെ നമുക്ക് ഉപദേശിക്കാൻ പറ്റും, പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ പറ്റും. അന്നേരം കിടന്ന് ചൂടായി തല്ലു പിടിച്ച് വഴക്കുണ്ടാക്കുന്നേക്കാട്ടി ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് ആ സമയം കഴിഞ്ഞ ശേഷം നമ്മൾ ഇവരോട് സ്നേഹത്തോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ദൈവത്തിന്റെ വചനം കൂടെ ഉപയോഗിക്കാം. അത് വെച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് അവരുടെ തെറ്റ് പൂർണ്ണമായും ബോധ്യമാകും. അങ്ങനെ ബോധ്യമായാൽ മാത്രമേ അത് ഉപേക്ഷിക്കത്തുള്ളവർ. നമ്മൾ ബഹളം ഉണ്ടാക്കിയത് കൊണ്ടോ ചാടിക്കടിച്ചത് കൊണ്ടോ ഒന്നും അവരത് ഉപേക്ഷിക്കത്തില്ല. എന്താ വെച്ചാൽ അവർക്ക് അവരുടെ ഉള്ളിൽ കൺവിൻസ് ആകണം. ഇന്ന് പല തലമുറകളും തെറ്റിന്റെ ഭാഗത്തേക്ക് പോകുന്ന മാതാപിതാക്കന്മാർക്ക് സമയമില്ലാത്തത് കൊണ്ടാ.
കാരണം അവർക്ക് അവരെ ശ്രദ്ധിക്കാൻ സമയമില്ല, അവരെ ഉപദേശിക്കാൻ സമയമില്ല. എന്തെങ്കിലും കാര്യങ്ങൾ കാണുമ്പോൾ കുറ്റപ്പെടുത്താനും വഴക്കുണ്ടാക്കാനും തല്ലുപിടിക്കാനും സമയമില്ല. ഇന്ന് രണ്ടുപേരും അവൻ ജോലിക്കാരാണെങ്കിൽ അവർ രണ്ടുപേരും ജോലിയുടെ കാര്യം പറഞ്ഞ് ഓടി നടക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യേണ്ട സമയം. വീട്ടിൽ വന്നാലും മൊബൈലുമായിട്ട് നാല് മൂലയ്ക്ക് രണ്ട് കൊച്ചുകളെ രണ്ടുപേരും രണ്ട് ഐപാഡുമായിട്ടിരിക്കും. അമ്മയും അപ്പനും അപ്പുറം ഇപ്പുറം രണ്ട് മൊബൈലുമായിട്ടിരിക്കും. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാനായിട്ട് സമയമില്ല. അവർക്ക് ശ്രദ്ധ കൊടുക്കുന്നത് അവർക്ക് ഇന്ന് ഏറ്റവും ആശ്വാസം എന്ന് വെച്ചാൽ മൊബൈൽ ഫോണുകൾ. അതുകൊണ്ട് അവരെല്ലാവരും എന്ത് ചെയ്യും? അവർ മൊബൈൽ ഫോണിനെ സ്നേഹിക്കാൻ തുടങ്ങും. ഇന്ന് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തില്ല, അല്ലെ ഫോൺ പൊട്ടിപ്പോയി, അല്ലെ ഫോണിന് അവർക്ക് പകരം കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ പോലും പിള്ളേർ തയ്യാറാകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? എന്താ തയ്യാറാകുന്നത്? പണ്ടൊക്കെ അപ്പനും അമ്മയ്ക്കൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ആത്മഹത്യം തയ്യാറാകുമായിരുന്നു. പക്ഷേ ഇന്ന് മൊബൈൽ ഫോൺ പൊട്ടിപ്പോയി പുതിയ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ എത്ര പിള്ളേർ ആത്മഹത്യ ഭീഷണി മുടക്കി ആത്മഹത്യ ചെയ്യുകയും ചെയ്തേക്കുന്നത്? എന്താ കാരണം? അവരുടെ കൂടെ എപ്പോഴും ഉള്ളതാ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ എന്ത് കൊടുക്കുന്നു അതേ കിട്ടത്തുള്ളൂ. എന്ത് അളക്കുന്നു ആ അളവിനാൽ തന്നെ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് ദൈവം പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കുന്ന വെച്ചാൽ അത് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളും ഫോളോ ചെയ്യത്തുള്ളൂ. ഹല്ലേലൂയ. അതിനിപ്പോ മറ്റുള്ളവരെ പോയിട്ട് കുറ്റം വേണ്ടോ, കൊച്ചുങ്ങളെ തല്ലിയിട്ടോ അവരെ വഴക്ക് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. കാരണം വെച്ചാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ എന്ത് പഠിപ്പിക്കുന്നു, നമ്മുടെ ജീവിതം കണ്ട് അവർ പഠിക്കുമ്പോൾ അവരത് ഫോളോ ചെയ്യും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെയൊക്കെ ക്രമീകരിക്കണം അവിടെയൊക്കെ ഞാൻ പറയാറുണ്ട് തക്ക സമയത്ത് പറയുന്ന വാക്കുകൾ നമ്മുടെ സദൃശ്യമംഗലത്തെ വെള്ളിത്താളത്തിൽ പൊന്നാരങ്ങ പോലെയാണെന്ന് അങ്ങനെ എന്തോ ഒരു വാക്കുണ്ട്. കാരണം ചില സമയത്ത് നമ്മൾ ഇതിപ്പോ പറഞ്ഞു തന്നട്ടെ, ഇത് രണ്ട് എക്സ്ട്രീമാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നിലൊന്നും എന്ത് കണ്ടാലും മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ എല്ലാത്തിനും കിടന്ന് പ്രതികരിക്കും. ഇത് രണ്ടും നല്ലതല്ല. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം, മൗനമായിരിക്കേണ്ടടുത്ത് മൗനമായിരിക്കും. യേശു കർത്താവ് തന്നെ നമുക്ക് ആ മാതൃക കാണിച്ചു തന്നു. യേശു കർത്താവിനെ ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ എന്താ പറയാ, വിചാരണയ്ക്കായിട്ടൊക്കെ വിളിച്ച പല ചോദ്യങ്ങൾക്ക് യേശു കർത്താവ് മൗനമായി നിന്നു. അപ്പോഴും നീ എന്താ വായ തുറക്കാത്തത്? പക്ഷേ നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് യെസ് ഐ ആം എന്നവിടെ പറയുന്നുണ്ട്. കാരണം അവ പറയേണ്ടതിന് പറയുന്നുണ്ട്, പറയേണ്ടാത്തതിന് ആൻസർ അവർക്ക് വേണ്ടെന്നുള്ള തോന്നുന്നത് മിണ്ടാതെ ഇരിക്കുന്നുണ്ടോ? ഇത് തന്നെയായിരിക്കണം നമ്മൾ. ഹല്ലേലൂയ. ചില സ്ഥലത്ത് നമുക്ക് പറ്റുന്ന കാര്യം എന്താന്ന് വെച്ചാൽ നമ്മള് എന്ത് കാണിച്ചാലും ഞാനൊന്നും മിണ്ടത്തില്ല, ഇതിനകത്ത് എനിക്കൊരു പങ്കുമില്ലെന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കും. എന്നാൽ വേണ്ടാത്തടുത്ത് ചിലയിടത്തൊക്കെ ആണെങ്കിലോ വെറുതെ കിടന്ന് ചിലച്ചുകൊണ്ടിരിക്കും. രണ്ടും നല്ലതല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ എവിടെയാണോ അപ്പം വേണ്ടത് മറുപടി പറയേണ്ടടുത്ത് ശാസിക്കേണ്ടടുത്ത് നമ്മൾ ചെയ്യാൻ. പക്ഷേ ചില സ്ഥലങ്ങളിൽ നമ്മൾ മൗനമായി ഇരിക്കുന്നത് അത് കഴിഞ്ഞാൽ സിറ്റുവേഷൻ കഴിഞ്ഞ് ഉപദേശിക്കാൻ നല്ലത് ഉപദേശിക്കണം. ഇവിടെ നമ്മൾ പറഞ്ഞു കണക്ക് ഉള്ളതെല്ലാം ദൂർത്തടിച്ച് നശിപ്പിച്ച് കളഞ്ഞ മകനോട് അപ്പൻ കാണിച്ച സ്നേഹം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് മാത്രമല്ല, നമ്മളെല്ലാവരും നമ്മളെ മക്കളോട് എല്ലാവർക്കും സ്നേഹമാണ്. പക്ഷെ മരുമക്കളോട് അത്രയും സ്നേഹമുണ്ടോ? അവരുടെ മാതാപിതാക്കന്മാരോട് അത്രയും സ്നേഹമുണ്ടോ? അവരുടെ വീട്ടുകാരോട് അത്രയും സ്നേഹമുണ്ടോ? കാരണം നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിൽ വരുന്ന മരുമക്കളാണെങ്കിൽ നമ്മുടെ വീട് നമ്മളെ സ്നേഹിക്കണം എന്നൊക്കെ, പക്ഷെ അവരവർ അപ്പനെയും അമ്മയും പോയി സ്നേഹിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുമോന്ന് വെച്ചാൽ ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാല് അതുപോലെ തിരിച്ചും പെമ്മക്കളെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ അവർ അമ്മായപ്പനും കൂടുതൽ കയറിയ സ്നേഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത്ര ഇഷ്ടപ്പെടുമെന്ന് വെച്ചാൽ ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാല് അല്ലെങ്കിൽ ഇതെല്ലാം മാനുഷ്യമായ നമ്മുടെ ചിന്ത. പക്ഷേ കർത്താവ് യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച് എല്ലാവരെയും സ്നേഹിക്കണമെന്ന്. അവിടെ അമ്മായിപ്പനാണെന്നോ അമ്മയാണെന്നോ ഇല്ല, അപ്പനാണെന്നോ അമ്മായിപ്പനാണെന്നോ ഇല്ല, അമ്മയാണെന്നോ അമ്മായിമ്മയാണെന്നോ ഇല്ല. നാത്തൂനാണെന്നോ സ്വന്തം ചേച്ചിയാണെന്നോ ഇല്ല. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയണം. ഭർത്താവിന്റെ വീട്ടുകാരെ സ്വന്തം വീട്ടുകാരെ പോലെ സ്നേഹിക്കണമെന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സ്നേഹിക്കുകയും വേണം. അവരെ ഒന്നും അവരോട് അവരെന്തെങ്കിലും പറഞ്ഞാൽ ഇഷ്ടപ്പെടാതെ തറുതല പറയുന്നതും എന്നാൽ അമ്മ പറഞ്ഞ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് വിഴുങ്ങുന്നതും അല്ല യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. അവരും പറയുമ്പോഴും അവരുടെ മുമ്പിലും മിണ്ടാതിരിക്കേണ്ടതും മിണ്ടാതിരിക്കുക തന്നെ വേണം. അവിടെയൊക്കെ ഒരുപോലെ സ്നേഹിക്കണം. ഇപ്പൊ നമ്മുടെ അമ്മയ്ക്ക് സുഖമില്ലാണ് നമുക്ക് നോക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ അമ്മായിമ്മയ്ക്ക് സുഖമില്ലാതെ നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? ഞാൻ പറഞ്ഞ സത്യമല്ലേ? എല്ലാവരുടെ മൈൻഡ് സെറ്റപ്പ് അങ്ങനെയല്ലേ? എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് വെച്ചാൽ എന്റേത് എന്ന് പറഞ്ഞ് നമ്മുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട്, ഞാൻ എന്റേതെന്ന് പറയാം. പക്ഷെ യേശു കർത്താവ് നമ്മളോട് പറഞ്ഞത് ഞാനെന്നും എന്റേതെന്നും പറഞ്ഞ് സ്നേഹിക്കാനല്ല, നമ്മുടേതെന്ന് പറഞ്ഞ് സ്നേഹിക്കാനാണ്.
കർത്താവ് യേശു ക്രിസ്തു വന്നത് ഹാലേലിയ യേശു അപ്പൻ പറഞ്ഞേക്കുന്നത് എന്താ? സ്വർഗ്ഗസ്ഥ പിതാവ് അവനെ പരസ്യമായ കാഴ്ചയാക്കി വെച്ചേക്ക്. എന്താ പറയാ, ദൈവത്തെ പരസ്യമാക്കി നിർത്തിയേക്കുന്നത്. ആർക്ക് വേണേലും എപ്പോ വേണേലും യേശു കർത്താവിന്റെ കാര്യം കുരിശിന്റെ ചുട്ട് വന്നാൽ രക്ഷ പ്രാപിക്കാം. ഹാലേലിയ എല്ലാവർക്കും വേണ്ടി ഹാലേലിയ ഒരുവൻ സകലർക്കും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടത് എല്ലാ മാനവരാശിക്കും വേണ്ടിയാണെങ്കിൽ, സകല മാനവരാശിയും കർത്താവ് യേശു രക്തത്തിന്റെ വിലയാണെങ്കിൽ ഹാലേലിയ നമുക്ക് അതുപോലെ അവരെ എല്ലാം കാണാൻ സാധിച്ചാൽ മാത്രമേ, സ്നേഹിക്കാൻ സാധിച്ചാൽ മാത്രമേ നമ്മൾ ആ ക്രിസ്തുവിന്റെ ഫോളോവേഴ്സ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. നമുക്ക് കുറച്ച് പ്രയാസം, നമ്മളിപ്പോ പ്രത്യേകിച്ച് എന്റെ മൈൻഡ് സെറ്റപ്പ് ഇച്ചിരി പ്രയാസമുള്ള സ്ഥലം. കാരണം വെച്ചാൽ എനിക്ക് വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഒരു വൃത്തിയില്ലാത്ത ബാത്റൂമിൽ ഇട്ടാലോ അങ്ങനെ ഒരു ഹോട്ടലിൽ ചെല്ലുമ്പോൾ അവിടെ ഈച്ചയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കഴിക്കാൻ പാടാണ്. അവിടെ ബാത്റൂം യൂസ് ചെയ്യാൻ പ്രയാസം, ഞാൻ പോകത്തില്ല. പക്ഷെ ഞാൻ അപ്പോഴൊക്കെ എന്നെ മനസ്സിലറിയാണ്ട് കടന്നു മദർ തെരേസയെ കുറിച്ച് ഞാൻ ഓർക്കും. കുഷ്ഠരോഗികളെ പോയിട്ട് അവരെ ട്രീറ്റ് ചെയ്യും, അവർക്ക് വേണ്ടത് പരിചരിക്കും, ചേരി കിടക്കുന്ന കുഞ്ഞുങ്ങളെ എടുത്ത് അങ്ങനെ എല്ലാം ചെയ്ത് ഒരു മാതൃക കാണിച്ചു പോയ അവരെത്രത്തോളം ഗ്രേറ്റ് ആണെന്ന് എനിക്ക് എന്റെ മനസ്സിൽ പലപ്പോഴും സ്മൃതി വരാറുണ്ട് ഈ പിക്ചർ പക്ഷെ നമുക്ക് അങ്ങനെ ആകാൻ ഇന്നും സാധിച്ചിട്ട് നമ്മൾ കർത്താവിന്റെ മക്കളാണെന്ന് പറയും. നമ്മൾ വചനം സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് പക്ഷെ നമുക്ക് ഒരിക്കലും ആ ഒരു ഇതിലേക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയും. എൻ്റെ അമ്മ എപ്പോഴും പറയും, എൻ്റെ മോൾക്കാണെങ്കിൽ മുറിവുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ ക്ലീൻ ചെയ്യാനും മരുന്ന് വെക്കാനും കെട്ടാനൊന്നും ഒരു മടിയില്ല ഇവൾക്ക്. പക്ഷെ എനിക്കിപ്പോഴും മുറിവൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തൊടാനും എടുക്കാനൊക്കെ പേടിയാണ് കാരണം വെച്ചാൽ അതുപോലെ ബ്ലഡൊക്കെ കണ്ടാൽ ഞാൻ അപ്പോൾ ബോധം കെട്ട് വീഴും. അതുകൊണ്ട് ഈ മുറിവുകളൊന്നും തൊടത്തേ ഇല്ല. കാരണം അത് ക്ലീൻ ചെയ്യാനോ മരുന്ന് വെക്കാനോ ഒന്നും പോകത്തില്ല. കാരണം എനിക്ക് ആ ഒരു ഇതുണ്ട്, ഞാൻ താഴേക്ക് തല ചുറ്റും പെട്ടെന്ന് പക്ഷേ രണ്ടാമത്തെ കാര്യം വെച്ചാൽ എൻ്റെ മൈൻഡിൽ അത് അക്സെപ്റ്റഡ് ആയിട്ടില്ല ഇതുവരെ. മനസ്സിലായില്ല. അപ്പം ഇവൾക്കാണെങ്കിൽ അതൊരു പേടി, ഒരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെ മറ്റുള്ളവരെ അപ്പിയെടുക്ക് മാറ്റാൻ അങ്ങനെയൊന്നും അവൾക്കൊരു മടിയില്ല. പക്ഷേ എനിക്ക് ഇതൊക്കെ ഇന്നും എനിക്ക് ഇത്രയും നാളായിട്ടും അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എൻ്റെ ഒരു കുറവാണ് ഞാൻ പറയുന്നത്. ഞാൻ അത് എന്തുകൊണ്ടാണ് കുറവെന്ന് പറയുന്നത്, നമ്മൾ ഓരോരുത്തരുടെയും കുറവുകൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പക്ഷേ നമുക്ക് മുന്നേ ചിലപ്പോൾ വിശ്വാസി ആയിരിക്കത്തില്ല, ഒരു അവിശ്വാസിയാണെങ്കിൽ അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു പോയവരെ നമ്മൾ അവരെ നമ്മളെപ്പോഴും സല്യൂട്ട് ചെയ്യണം. കാരണം വെച്ചാൽ നമുക്ക് സാധിക്കാത്തത് അവർക്ക് സാധിച്ചു. നമുക്ക് പലതും ചെയ്യാൻ കഴിയാത്ത അവർ ചെയ്തു. അവർ വിജയിപ്പിച്ചു. പലപ്പോഴും നമ്മൾ പറയാൻ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പലരോട് പറയാറുണ്ട്, ഒരു ഹസ്ബൻഡ് ഇതുവരെ വിശ്വാസി വന്നിട്ടില്ലയോ, ആ മക്കൾ 3 പേരാണെങ്കിലും അവരുടെ കുടുംബമൊക്കെ വിശ്വാസം നിൽക്കുന്നെങ്കിൽ അത് ഭയങ്കര വലിയ സംഭവമാണ്. കാരണം ഒറ്റയ്ക്ക് നിന്നിട്ട് പോരാടിയിട്ടാണ് ഇത് ഇത്രയും സാധിപ്പിച്ചെടുത്തതെന്ന് നമ്മൾ പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്നവർക്ക് ഭയങ്കര എഫർട്ടാണ്. കാരണം 2 പേരുടെ കാര്യങ്ങളും 2 പേര് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നിച്ച് ആത്മീയ ഗോളത്തിൽ ചെയ്യേണ്ടുന്ന കാര്യം. അപ്പൊ അവിടെ അത്രത്തോളം ശക്തമായി അവർ നിന്നില്ലെങ്കിൽ അത് സാധിക്കത്തില്ല. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനം തോന്നാറുണ്ട് അവരെ കുറിച്ചൊക്കെ. ഇവിടെ നമ്മുടെ സാധാരണ സിസ്റ്റർ ആണെങ്കിലും ജോളി ആന്റി ആണെങ്കിലും ബീന സിസ്റ്റർ ഒക്കെ ബീന സിസ്റ്റർ അല്ല ജോളി ആന്റി ആണെങ്കിലും ഒക്കെ കാലത്ത് നമുക്ക് അവരെയൊക്കെ കാണുമ്പോൾ തോന്നാറുണ്ട്. കാരണം വെച്ചാൽ മക്കളും മരുമക്കളും കുഞ്ഞുങ്ങളും എല്ലാവരും വിശ്വാസത്തിൽ തന്നെ നിൽക്കുന്ന പക്ഷേ എന്നാൽ കൂട്ട നിൽക്കുന്ന ആളുടെ സപ്പോർട്ട് ഉണ്ടെന്ന് വെച്ചാൽ ഇല്ല. എന്നിട്ട് പോലും അത് സാധിച്ചെടുത്തെങ്കിൽ അവരുടെ പ്രാർത്ഥനയുടെ ബലമാണതെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയുള്ളവരൊക്കെ നമുക്ക് ഭയങ്കര. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് നമുക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവം നമുക്ക് തന്നിട്ടുള്ള ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ആശ്രയിച്ചാൽ നമുക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. കാരണം കർത്താവ് ഇവിടെ പറഞ്ഞെടുക്ക് വിധിക്കാനല്ല നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് ക്ഷമിക്കുവാനും സഹിക്കുവാനും പൊറുക്കുവാനും തന്നെയാണ്. വിധിക്കാൻ നമുക്ക് അനുവാദമില്ല എന്നുള്ളത് തന്നെ സത്യം. കാരണം നമുക്ക് ആരെയും വിധിക്കാൻ കഴിയത്തില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ അതിന് യോഗ്യരല്ല. നമ്മൾ അതിന് യോഗ്യരല്ലാത്തത് കൊണ്ട് നമുക്ക് വിധിക്കാനായിട്ട് യാതൊരു അവകാശമില്ല. ആരെക്കുറിച്ചും വിധിക്കാൻ നമുക്ക് അവകാശം ദൈവം തന്നിട്ടില്ല. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അതുപോലെ നമ്മള് ഒരു ദൈവദാസ് ഒരിക്കൽ പ്രസംഗിച്ച് പറഞ്ഞേ, കല്ലെറിയാൻ കർത്താവ് പഠിപ്പിച്ചിട്ടില്ല, കല്ല് താഴെയിടാനെ പഠിപ്പിച്ചിട്ടില്ല, മുറിക്കാൻ ദൈവം കർത്താവ് പഠിപ്പിച്ചില്ല, മുറിവ് കെട്ടാനാ ദൈവം പഠിപ്പിച്ചേക്കുന്ന. നല്ല ശമരിയാക്കാൻ ഉപമയിലൂടെ വചനത്തിൽ എന്തുകൊണ്ട് കുഞ്ഞ് പറഞ്ഞു കണക്ക് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, വചനത്തിൽ എന്തിനാ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകവും ദിനവൃത്താന്ത പുസ്തകമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ
ആമേ ഹാലേലി എന്താ പറയാ അവിടെ എല്ലാം വന്ന് ഹാലേലി ദൈവത്തെ ആമേ ദൈവത്തിന്റെ വഴി നടക്കുന്നവരെ കുറിച്ചും തൊട്ടടുത്ത വന്ന മകൻ വന്നിട്ട് ആമേ ഹലശര പ്രതിഷ്ഠകളെയും ഹല ഇതെല്ലാം വെച്ച് ആരാധിക്കുന്നവരെ കുറിച്ചും ഇതെന്തിനും ഇതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് വെച്ചാൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ പാപത്തെക്കുറിച്ച് ഹല എന്തുകൊണ്ട് ഒരാൾ ഒരിക്കലും ഒരു ആമേ ദൈവദാസന്മാരൊരു ക്യാമ്പ് വെച്ചപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് അതിനകത്ത് വെച്ചാൽ ദാവീദ് എന്നെ പാപം ചെയ്ത് എന്തിനാ വേദപുസ്തകം എഴുതിയേക്കുന്നത്, എല്ലാവരും പാപം ചെയ്യാന്നുള്ളൊരു സൈനാണോ കൊടുത്തിരിക്കുന്നത്? പറഞ്ഞ അതുകൊണ്ടല്ല കൊടുത്തിരിക്കുന്നത്. കാരണം ആ ദിനവൃത്താന്ത പുസ്തകത്തെ എഴുതിയെങ്കിൽ അന്ന് രാജാവ് ദാവീദ് ഹല പറഞ്ഞാൽ മാത്രമേ അത് എഴുതപ്പെടുള്ളൂ. പക്ഷെ ദാവീദ് അത് ആ ദിനവൃത്താന്ത പുസ്തകം എഴുതാനായിട്ട് അനുവദിച്ചെങ്കിൽ ഹല ഞാനും പാപത്തിൽ വീണു പോയി എങ്കിലും ഹല അതിൽ നിന്ന് ആമി എന്നെ തിരിച്ച് ഹാലേലിയ ആമി പാപത്തെ മോചിപ്പിച്ച് രക്ഷിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി എഴുതി. കാരണം നമ്മുടെ ദൈവം ആമി ഇവിടെ ആമി പറഞ്ഞ പോലെ ഓരോ പാപത്തെ കുറിച്ച് ഓടിപ്പോയ ഓനെ കുറിച്ചാണെങ്കിലും ഹാലേലിയ മറഞ്ഞിരുന്ന ആദാമിനെ കുറിച്ചാണെങ്കിലും ഹാലേലിയ അപ്പൊ നമ്മുടെ ദാവീദിനെ കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ ഓരോരുത്തരെ കുറിച്ച് എടുത്ത് എഴുതിയിരിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആമി ഇങ്ങനെ ആണെങ്കിലും അല്ല ദൈവസന്നിധിയിലേക്ക് വന്നാൽ ഹാല ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ ആമി ദൈവസന്നിധിയുടെ കുറ്റങ്ങളെ കുറിച്ച് ഓർത്ത് നിങ്ങൾ അനുദപിച്ചാൽ ഹാലെ ദൈവസന്നിധി നെടുമ്പാട് വീണ് കരഞ്ഞാൽ വീണ്ടും സ്നേഹത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു ദൈവം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ദൈവം കുറ്റം വിധിച്ച് ആരെയും ശിക്ഷിച്ച് നരകത്തിലേക്ക് തള്ളിയിടാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ദൈവമല്ല. അവൻ വടിയും കൊണ്ട് ആരെങ്കിലും അടിക്കാൻ നോക്കിയിരിക്കുന്ന ദൈവമല്ല. ഹാലയിലെ കർത്താവ് എപ്പോഴും അവൻ എന്താ നമ്മൾ മാനസാന്തരപ്പെടണമെന്ന് ഹലെ എപ്പോഴും ഹലെ നമ്മുടെ ജീവൻ പോകുന്നത് വരെ നമുക്ക് മാനസാന്തരപ്പെടാൻ അവസരം തരുന്ന ദൈവമാണ് ഹലെ. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം അതായതുകൊണ്ട് ഹലെ നമുക്കും ആ സ്നേഹത്തോടു കൂടെ നമ്മുടെ ജീവിതത്തിൽ ഹലെ അതേ ഒരു സ്നേഹം നമ്മളിൽ നിന്നും വരണം ഹലെ. മറ്റുള്ളവരെ വിധിക്കാൻ വേണ്ടിയിട്ടല്ല, തള്ളിക്കളയാൻ വേണ്ടിയിട്ടല്ല, അല്ല അവരെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടും സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു ഹൃദയത്തിൽ ഹാലിൽ ഒരു സ്ഥാനം ഉണ്ടാകണം ഹാലെ. മറ്റുള്ളവരെ കുറ്റം വിധിക്കാൻ വേണ്ടി ഹാലില്ല ആമേ നമ്മൾ വേറെ ഗോസ്പിൾ ഉണ്ടാക്കി പറയുന്നവരായിട്ടല്ല അല്ല, അതിന്റെ സത്യം കണ്ടെത്താനും ഹാലില്ല അത് പുറത്തു കൊണ്ടുവരാനും ശ്രമിക്കുന്നവരായി മാറണം ഹാലില്ല ആമേ. അപ്പൊ നമ്മളുടെ ആമേൻ ആ സ്നേഹം ദൈവസ്നേഹം നമ്മളിലൂടെ തന്നെ ഹാലില്ല നമ്മൾക്ക് ഓരോരുത്തർക്കും അത് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കാൻ യോഗ്യരായിരിക്കത്തില്ല ഹാലെ. കർത്താവ് യേശുക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കിയതാണ്. ഇനി നമ്മൾ അടിമനികത്തി കുടുങ്ങിപ്പോകരുത് ഹാലെ. അതുകൊണ്ട് ഹാലെ മറ്റുള്ളവരെ വിധിക്കാനും ആമേ നമ്മൾ വീണ്ടും ഹാലെ അടിമനികത്തെ ന്യായപ്രമാണം വെച്ച് വിധിക്കാനും ഒന്നുമല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ഹാലേലിയ ഒരൊറ്റ പ്രമാണമുള്ള സ്നേഹമാണ് ഹാലേലിയ. ദൈവത്തെ ഹാലേലിയ ദൈവം നമ്മളെ സ്നേഹിച്ചതുപോലെ നമുക്ക് അന്യോന്യം സ്നേഹിക്കാനായിട്ട് അല്ല ദൈവം എല്ലാവരും സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ വചനം ശുശ്രൂഷ ചെയ്ത അന്മുൾക്ക് ആമേ നന്ദി പറയുന്ന അല്ല എല്ലാവരെയും ദൈവവചനത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.